നമസ്കാരം, സഹകാരി റേസ് പ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻ. ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ നമ്മൾ പഠിച്ചേ? ഫിനാൻഷ്യൽ ഡിസിഷൻ അല്ലെങ്കിൽ ഫിനാൻസ് ഫംഗ്ഷനെ കുറിച്ചിട്ടാണ്. ഞാൻ 3 തരം ഫംഗ്ഷൻ അല്ലെങ്കിൽ ഡിസിഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ഫിനാൻസിങ് ഡിസിഷൻ ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഡിവിഡൻഡ് ഡിസിഷൻ ഉണ്ട്. അതിലെന്താണ് ഫിനാൻസിങ് ഡിസിഷൻ എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഫിനാൻസിങ് ഡിസിഷനിൽ തന്നെ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ ആണ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻ. അതാണ് ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഫിനാൻസിങ് ഡിസിഷൻ പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടും 3 ടേംസ് ആണ് വരുന്നത്. ഒന്ന് ക്യാപിറ്റൽ സ്ട്രക്ചർ, 2 കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതുപോലെ തന്നെ ലിവറേജ് അനാലിസിസ്. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് എക്സാമിന് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഈ ഒരു ഏരിയ നിന്നിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ്, ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ഫീച്ചേഴ്സ് എന്താണ്, ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്താണ്, ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്നിട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. അതായത് സെറ്റ് എക്സാമിനും അതുപോലെ തന്നെ PSC എക്സാമിനും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഏരിയയിൽ നിന്നിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ, ഡാഷ് ഡിറ്റർമൈൻസ് the ratio in which the total long term capital is contributed by different sources. ഇത് ഡെപ്യൂട്ടി അക്കൗണ്ടന്റ്, അതായത് കേരള വാട്ടർ അതോറിറ്റി ഡെപ്യൂട്ടി അക്കൗണ്ടന്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ആർഗ്യുമെന്റ് ഡസ് നോട്ട് സപ്പോർട്ട് ദ കോൺസെപ്റ്റ് ഓഫ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. 2020 സെറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് ആൻ അപ്രോപ്രിയേറ്റ് മിക്സ് ഓഫ് ഡാഷ്. ഇതും സെറ്റ് എക്സാമിന് ചോദിച്ചതാണ്, 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, ക്യാപിറ്റൽ സ്ട്രക്ചർ വിച്ച് മാക്സിമൈസ് ദ വാല്യൂ ഓഫ് ദ ഫേം is called dash capital structure. ഇത് അക്കൗണ്ടന്റ് ഗ്രേഡ് 3 കേരള സ്റ്റേറ്റ് കോയർ കോർപ്പറേഷൻ ലിമിറ്റഡിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, 2016 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഡിസിഷൻ ഓഫ് ദ ഫിനാൻസ് മാനേജർ ഡിറ്റർമൈൻസ് ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ദ ഫിനാൻഷ്യൽ റിസ്ക് ഓഫ് ദി എന്റർപ്രൈസസ്. ഇത് സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ GST ഡിപ്പാർട്ട്മെന്റ്, അത് 2023 കഴിഞ്ഞ എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിൽ തന്നെ വന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ദ ടൈം ക്യാപിറ്റൽ സ്ട്രക്ചർ റെഫേഴ്സ് ടു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് ഡിറ്റർമൈൻഡ് ബൈ ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ. അതായത് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയെന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇത് നോൺ വൊക്കേഷണൽ ടീച്ചർ കോമേഴ്സ്, അത് 2023 തന്നെ നടന്ന എക്സാം ആയിരുന്നു, അതിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, അക്കൗണ്ടന്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മേക്കപ്പ് ഓഫ് ക്യാപിറ്റലൈസേഷൻ റെഫേഴ്സ് ടു. ഇത് 2015 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, ദ ടേം ക്യാപിറ്റലൈസേഷൻ ഇറ്റ്സ് അസോസിയേറ്റഡ് വിത്ത്. ഇതും അക്കൗണ്ടന്റ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അതുപോലെ തന്നെ അക്കൗണ്ടന്റ് എക്സാമിന് ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ദ കോമ്പിനേഷൻ ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ദാറ്റ് ലെൻഡ്സ് ടു മാക്സിമൈസേഷൻ ഓഫ് ദ വാല്യൂ ഓഫ് ദ ഫേം ഈസ് നോൺ ആസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്തെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതും അക്കൗണ്ട് അസിസ്റ്റന്റ് കേരള സ്റ്റേറ്റ് പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ 2023 തന്നെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ എല്ലാ ക്വസ്റ്റ്യനെയും നമ്മളിപ്പോൾ നോക്കിയ ഒരു 10ഓളം ക്വസ്റ്റ്യൻസിലും എല്ലാ ക്വസ്റ്റ്യൻസിലും എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ്, അതുപോലെ തന്നെ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ കോമ്പോസിഷൻ ആണ്, ഈ ഒരു ഏരിയ നിന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ പറയുന്ന ക്യാപിറ്റൽ സ്ട്രക്ചർ എന്തെന്നുള്ളതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പം ഈ ക്വസ്റ്റ്യൻസിന്റെ എല്ലാം ആൻസർ നമ്മൾ ഈ ക്ലാസ്സിന്റെ അവസാനം ഡിസ്കസ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ തന്നെ എന്താണ്, നിങ്ങൾക്ക് ഈ ക്ലാസ് കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് തന്നെ ഈ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പം നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്തെന്നുള്ളതാണ്. ഓക്കെ, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്, ഫിനാൻസിങ് ഡിസിഷനിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ മീനിങ് നമുക്ക് നോക്കാം. ടേം ക്യാപിറ്റൽ സ്ട്രക്ചർ ഇൻവോൾവ്സ് ഡിസിഷൻ റിലേറ്റിംഗ് ടു ദി കൈൻഡ്സ് ഓഫ് സെക്യൂരിറ്റീസ്
to be issued and the relative proportion of each kind of securities. Okay, അപ്പോൾ എന്താണ് ഇത്? എന്ത് ഡിസിഷൻ ആണ് വരുന്നത്? ഇറ്റ്സ് എ ഡിസിഷൻ റിലേറ്റിംഗ് ടു ദി കൈൻഡ് ഓഫ് സെക്യൂരിറ്റീസ്. എന്താണ്? ഏത് തരം സെക്യൂരിറ്റീസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്താണ് അതിന്റെ പ്രൊപ്പോർഷൻ, എന്താണ് അതിന്റെ അനുപാതം എങ്ങനെയാണ്, അതാണ് ഏതിൽ നോക്കുന്നത്? ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷനിൽ നോക്കുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഡിഫറെന്റ് സോഴ്സസ് ഓഫ് ഫണ്ട് പറഞ്ഞു അല്ലേ. അപ്പൊ എന്താണ്? പലതരത്തിലുള്ള ഫണ്ട് ഉണ്ട്. അതായത് ബോറോവ്ഡ് ഫണ്ട് ഉണ്ട്, ഓണർഷിപ്പ് ഫണ്ട് ഉണ്ട്, അല്ലെങ്കിൽ ഓൺഡ് ഫണ്ട് ഉണ്ട്. അപ്പൊ ഈ പറയുന്ന ഡിഫറെന്റ് ഫണ്ടുകൾ എന്ത് ചെയ്യാം? ഡിഫറെന്റ് പ്രൊപ്പോർഷനിൽ ഒരു കമ്പനി എന്ത് ചെയ്യാം? യൂട്ടിലൈസ് ചെയ്യാം. ആ ഒരു പ്രൊപ്പോസിഷൻ അല്ലെങ്കിൽ ആ ഒരു കോമ്പോസിഷൻ ആണെന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഒരു കമ്പനിക്ക് അവരുടെ ക്യാപിറ്റൽ അല്ലെങ്കിൽ ടോട്ടൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ റൈസ് ചെയ്യാനായിട്ട് ഡിഫറെന്റ് സോഴ്സസ് ഉപയോഗിക്കാം. എന്താ? പ്രിഫറൻസ് ഷെയർസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇക്വിറ്റി ക്യാപിറ്റൽ ഉപയോഗിക്കാം, ഡെപ്റ്റ് ക്യാപിറ്റൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ മറ്റ് സോഴ്സസ് റിട്ടേൺഡ് ഏർണിങ്സ്, അങ്ങനെയുള്ള സോഴ്സസ് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. അപ്പോൾ അതിന്റെ ആ ഒരു പ്രൊപ്പോർഷൻ ആണെന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഡിസിഷൻ റിലേറ്റിംഗ് ടു ദി കൈൻഡ് ഓഫ് സെക്യൂരിറ്റീസ് ടു ബി ഇഷ്യൂഡ് ആൻഡ് റിലേറ്റീവ് പ്രൊപ്പോർഷൻ ഓഫ് ഈച്ച് കൈൻഡ് ഓഫ് സെക്യൂരിറ്റീസ്. ടോട്ടൽ ക്യാപിറ്റലിൽ എന്താണ്? ഡിഫറെന്റ് കോമ്പോസിഷൻ ഓഫ് ഫണ്ടിന്റെ പ്രൊപ്പോർഷൻ എങ്ങനെയാണ് അത് നോക്കുന്ന ഡിസിഷൻ ആണെന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻ എന്ന് പറയുന്നത്. The capital structure of a company is made up of debt and equity securities. അപ്പോൾ പ്രധാനമായിട്ടും ഒരു കമ്പനി അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഫോം ചെയ്യുന്നത് എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ്? ഡെപ്റ്റും അതുപോലെ തന്നെ ഇക്വിറ്റിയും യൂസ് ചെയ്തിട്ടാണ് ഒരു കമ്പനി അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഫോം ചെയ്തത്. ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് എ കോമ്പിനേഷൻ ഓഫ് ലോങ് ടേം സോഴ്സസ് ഓഫ് ഫണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എന്താണ്? ലോങ് ടേം സോഴ്സസ് ഓഫ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യുന്നത്. അപ്പൊ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? കോമ്പിനേഷൻ ഓഫ് ലോങ് ടേം സോഴ്സസ് ഓഫ് ഫണ്ട്, അല്ലെങ്കിൽ എന്താണ്? ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ആണ് എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ലോങ് ടേം സോഴ്സസ് ഓഫ് ഫണ്ട് മാത്രമേ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ വരുന്നുള്ളൂ. അപ്പൊ ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ലോങ് ടേം സോഴ്സസ് ഓഫ് ഫണ്ട് മാത്രമേ ഏതിൽ എടുക്കുള്ളൂ? ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എടുക്കത്തുള്ളൂ. ഷോർട്ട് ടേം ഫണ്ടോ അല്ലെങ്കിൽ മീഡിയം ടേം ഫണ്ടോ ഒന്നും ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ഭാഗമായിട്ട് വരുന്നില്ല. ക്യാപിറ്റൽ സ്ട്രക്ചർ റെഫേഴ്സ് ടു ദി പ്രൊപ്പോർഷൻ ഓഫ് മിക്സ് ഓഫ് ഓണേഴ്സ് ഫണ്ട്. ഓണേഴ്സ് ഫണ്ടിനാണ് എന്തെന്ന് പറയുന്നത്? ഇക്വിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബോറോവ്ഡ് ഫണ്ട് ഉണ്ട്. ബോറോവ്ഡ് ഫണ്ടിനെ എന്തെന്ന് പറയും? ഡെപ്റ്റ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ടോട്ടൽ ക്യാപിറ്റലൈസേഷനിൽ എത്ര ഡെപ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ എത്ര ഇക്വിറ്റി ഉണ്ട്, ആ ഒരു പ്രൊപ്പോർഷൻ ആണ് എന്തിൽ പറയുന്നത്? ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷനകത്ത് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും, എന്താണ് ഈ ക്യാപിറ്റലൈസേഷൻ എന്നുള്ളത്? അപ്പൊ ക്യാപിറ്റലൈസേഷനും ഈ ഫിനാൻസിങ് ഡിസിഷനിൽ തന്നെ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട് ആണ്. അപ്പൊ ഈ ക്യാപിറ്റലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, ഒരു കമ്പനിയിൽ എത്ര ടോട്ടൽ ക്യാപിറ്റൽ വേണം, അല്ലെങ്കിൽ ആ കമ്പനിയുടെ ടോട്ടൽ ക്യാപിറ്റലിനാണെന്ന് പറയുന്നത് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്ന ടേം ഏത് ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന്. കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട ടേമാണ് എന്ന് പറയുന്നത് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കമ്പനിയുടെ ടോട്ടൽ ക്യാപിറ്റലൈസേഷനിൽ എത്ര ഡെപ്റ്റ് വേണം, എത്ര ഇക്വിറ്റി വേണം, അതിന്റെ പ്രൊപ്പോർഷൻ ആണ് അല്ലെങ്കിൽ അതിന്റെ കോമ്പോസിഷൻ ആണ് ഏതിൽ പറയുന്നത്? ക്യാപിറ്റൽ സ്ട്രക്ചറിൽ പറയുന്നത്. അപ്പൊ നമ്മൾ ഇതുവരെ എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നോക്കിയത്? നമ്മൾ പറഞ്ഞു ഫിനാൻസിങ് ഡിസിഷനിൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആണ് ഏത്? ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എന്താണ് പറയുന്നത്? ഡെപ്റ്റിന്റെയും ഇക്വിറ്റിയുടെയും പ്രൊപ്പോസിഷൻ ആണ് പറയുന്നത്. അതെന്ന് പറയുന്നത് ലോങ് ടേം സോഴ്സസ് ഓഫ് ഫണ്ട് ആണ്. ഡെപ്റ്റ് ആയാലും ഇക്വിറ്റി ആയാലും എന്താണ്? ലോങ് ടേം സോഴ്സസ് ഓഫ് ഫണ്ട് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കോമ്പിനേഷൻ ഓഫ് ലോങ് ടേം സോഴ്സസ് ഓഫ് ഫണ്ടിനെയാണെന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു കമ്പനിയെ സംബന്ധിച്ച് അവരുടെ ടോട്ടൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ അതിനെ ടോട്ടൽ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. ആ ടോട്ടൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റലിൽ എത്ര ഡെപ്റ്റ് വേണം, എത്ര ഇക്വിറ്റി വേണം എന്നതാണ് ഏതിൽ നോക്കുന്നത്? ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നോക്കുന്നത്. ക്ലിയർ അല്ലേ? പിന്നെ നമുക്ക് ക്യാപിറ്റൽ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡെഫിനിഷൻ നോക്കാം. ഇൻ ദ വേർഡ്സ് ഓഫ് ഗ്രീൻബർഗ്, ക്യാപിറ്റൽ സ്ട്രക്ചർ ഓർ ഫിനാൻഷ്യൽ സ്ട്രക്ചർ ഈസ് ദ ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസ് ടു ബി issued and proportionate amount that make up the capitalization. Okay, capitalization make up ചെയ്യുന്നതിന് അല്ലെങ്കിൽ ക്യാപിറ്റലൈസേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏതൊക്കെ സെക്യൂരിറ്റീസ് ഉപയോഗിക്കുന്നു അതിന്റെ ഒരു പ്രൊപ്പോർഷൻ ആണ്, അല്ലെങ്കിൽ ഏതൊക്കെ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നു അതിന്റെ പ്രൊപ്പോർഷൻ ആണ് ഏതിൽ പറയുന്നത്? ക്യാപിറ്റൽ സ്ട്രക്ചറിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്ട്രക്ചറിൽ പറയുന്നു എന്നതാണ് ഈ ഒരു ഡെഫിനിഷനിൽ പറയുന്നത്.
ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ രണ്ട് ടേം ഉണ്ട്, ക്യാപിറ്റൽ സ്ട്രക്ചർ, ഫിനാൻഷ്യൽ സ്ട്രക്ചർ. അപ്പൊ അത് രണ്ടും ശരിക്കും എന്താണ്, ഡിഫറെന്റ് ടേം ആണ്. പക്ഷെ ഈ ഒരു ഡെഫിനിഷനിൽ ഒരുപോലെയാണ് പറഞ്ഞേക്കുന്നത്, ക്യാപിറ്റൽ സ്ട്രക്ചർ ഓർ ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഈ രണ്ട് ടേമും എന്താന്ന് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് നോക്കാനുള്ളതാണ്. അപ്പൊ അതിനു മുമ്പ് എന്താണ് നമ്മളിപ്പോ ഇവിടെ ഡിസ്കസ് ചെയ്ത് ഏതൊക്കെയാണ്, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താന്ന് പറഞ്ഞു, പിന്നെ അതുപോലെ തന്നെ ക്യാപിറ്റലൈസേഷൻ. ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ. ഒരു കമ്പനിയെ സംബന്ധിച്ച് അവരുടെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ വരുന്ന രണ്ട് ആസ്പെക്ട് ആണ് ക്യാപിറ്റൽ സ്ട്രക്ചറും അതുപോലെ തന്നെ ക്യാപിറ്റലൈസേഷനും. ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട് ആണ്, മറന്നു പോകരുത്, ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്. കാര്യം ഞാൻ പറഞ്ഞു, ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ എമൗണ്ട് ഓഫ് ഫണ്ട് ആണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു എമൗണ്ട് ഓഫ് ഫണ്ട് വരുന്നത് കൊണ്ട് തന്നെ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റിനാണെന്ന് പറയുന്നത് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. ക്യാപിറ്റലൈസേഷൻ മറന്നു പോകരുത്. ക്യാപിറ്റലൈസേഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതാണ്. ക്യാപിറ്റലൈസേഷൻ തന്നെ രണ്ട് ടൈപ്പിൽ പറയുന്നുണ്ട്, ഓവർ ക്യാപിറ്റലൈസേഷൻ ഉണ്ട്, അണ്ടർ ക്യാപിറ്റലൈസേഷൻ ഉണ്ട്. അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടേം ആണ്. അപ്പൊ ഇവിടെ ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ടോട്ടൽ എമൗണ്ട് ഓഫ് ഫണ്ട് അല്ലെങ്കിൽ ടോട്ടൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റലിനെ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയും. അതെന്ന് പറയുന്നത് എന്താണ്, ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട് ആണ്. പക്ഷേ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെ സംബന്ധിച്ച് ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് ആണ്. ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്. ഇത് ഞാനൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞു തരാം. ഇപ്പൊ നമ്മളെ വീട്ടിലേക്ക് എന്ത് ചെയ്യുന്നു, ഒരു 5 ഗ്ലാസ് പാല് വാങ്ങിക്കുന്നുണ്ട്. 5 ഗ്ലാസ് പാലെന്ന് പറയുമ്പം 5 ഗ്ലാസും പാലായിരിക്കില്ല, ചിലപ്പോൾ 3 ഗ്ലാസ് പാലും 2 ഗ്ലാസ് വെള്ളമായിരിക്കും, അല്ലെങ്കിൽ 4 ഗ്ലാസ് പാലും 1 ഗ്ലാസ് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് നമുക്ക് പാല് തരുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു അതിന്റെ ഒരു പ്രൊപ്പോർഷൻ നോക്കി, ഇപ്പൊ 4:1 എന്ന് പറയുന്നത്, ഇപ്പം 4 ഗ്ലാസ് പാലിന് 1 ഗ്ലാസ് വെള്ളം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു 2 കമ്പോണന്റ് അതിനകത്ത് വരുന്നുണ്ട് അല്ലെ, പാല് വെള്ളം എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് ഒരു കമ്പനിയെ സംബന്ധിച്ച് ഡിഫറെന്റ് സോഴ്സസ് ഓഫ് ഫണ്ട് അല്ലെങ്കിൽ ഡിഫറെന്റ് സോഴ്സസ് ഉപയോഗിക്കുമ്പോൾ, ഇപ്പൊ ഡെപ്റ്റ്, ഇക്വിറ്റി, ഓക്കെ, ആ ഒരു പ്രൊപ്പോർഷനിൽ എന്ത് ചെയ്യാം, ഒരു കമ്പനിക്ക് അവരുടെ ക്യാപിറ്റൽ ഫോം അല്ലെ ക്യാപിറ്റലൈസേഷൻ ഫോം ചെയ്യാം. ആ ഒരു കോമ്പോസിഷൻ ആണെന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ 4 ഗ്ലാസ് പാലിന് 1 ഗ്ലാസ് വെള്ളം. ഓക്കെ, അപ്പൊ ഈ വെള്ളം കൂടുതൽ ആഡ് ചെയ്യുന്നതോടുകൂടി എന്ത് ചെയ്യും, ആ ഒരു പാലിന്റെ ക്വാളിറ്റി കുറയുക ചെയ്യുന്നേ അല്ലേ. അപ്പൊ പാലിന്റെ ക്വാളിറ്റി കുറയുന്നു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്, ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് ആണ്. ഒരുപാട് വെള്ളം ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ക്വാളിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ പാലിന്റെ. ക്ലിയർ അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് എന്തെന്ന് പറയാം, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയാം. ഒരു ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് ആണ് എന്തെന്ന് പറയുന്നത്, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആ 5 ഗ്ലാസ് പാൽ, അതിൽ തന്നെ 4 ഗ്ലാസ് പാലും 1 ഗ്ലാസ് വെള്ളവും അതും കൂടി ആഡ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ആ 4:1 എന്ന് പറയുന്നതാണ് അതിന്റെ ഒരു പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ടോട്ടൽ 5 എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റലൈസേഷൻ പോലെ, അതായത് എന്താണ്, ആ ഒരു ടോട്ടൽ എത്രയാണോ കിട്ടുന്നത് അല്ലെങ്കിൽ ടോട്ടൽ ഫണ്ട് എത്രയാണ്, അതിനെയാണ് നമ്മൾ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതൊരു ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട് ആണ്. അപ്പൊ ഞാനതൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ, അത് മറന്നു പോകാതിരിക്കാൻ. അപ്പൊ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ആണ്, ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്, മറന്നു പോകരുത്. ഓക്കെ, അപ്പൊ നമ്മൾ ഡെഫിനിഷൻ നോക്കി. അപ്പൊ നമ്മളിവിടെ എന്തൊക്കെയാ നോക്കിയത്, എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു. അപ്പൊ ക്യാപിറ്റൽ സ്ട്രക്ചർ ഏത് ഡിസിഷനുമായിട്ട് ബന്ധപ്പെടുന്നതാണ്, ഫിനാൻഷ്യൽ ഡിസിഷനിൽ ഫിനാൻസിങ് ഡിസിഷനുമായിട്ട് ബന്ധപ്പെടുന്നതാണ്. ക്യാപിറ്റലൈസേഷനും ഏതുമായിട്ട് ബന്ധപ്പെടുന്നതാണ്, ഫിനാൻസിങ് ഡിസിഷനുമായിട്ട് ബന്ധപ്പെടുന്നതാണ്. ഇങ്ങനെ വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ക്യാപിറ്റലൈസേഷൻ ഈസ് റിലേറ്റഡ് വിത്ത് എന്ന് പറഞ്ഞിട്ട് ഫിനാൻസിങ് ഡിസിഷൻ തരാം, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ തരാം, ഡിവിഡൻഡ് ഡിസിഷൻ തരാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് ഡിസിഷനുമായിട്ട് ബന്ധപ്പെടുന്നതാണ്, ഫിനാൻസിങ് ഡിസിഷനുമായിട്ട് ബന്ധപ്പെടുന്നതാണ് ക്യാപിറ്റലൈസേഷൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ പറയുന്നത്, ദ സം ടോട്ടൽ ഓഫ് ദി ലോങ് ടേം ഫണ്ട് ഡിപ്ലോയിഡ് ഇൻ എ കമ്പനി ഈസ് കോൾഡ് ക്യാപിറ്റലൈസേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു, ക്യാപിറ്റലൈസേഷനിൽ എന്താ പറയുന്നത്, ആ ഒരു ടോട്ടൽ എമൗണ്ടിനാണ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ പറഞ്ഞ അതിന് കോമ്പിനേഷൻ പറഞ്ഞു, ആ കോമ്പിനേഷനിൽ തന്നെ വരുന്ന ഫണ്ടിന്റെ ടോട്ടൽ എമൗണ്ടിനാണെന്ന് പറയുന്നത് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കമ്പനിക്ക് എന്താണ് 1 ലക്ഷം രൂപ ക്യാപിറ്റൽ വേണം. ആ 1 ലക്ഷം എന്ന് പറയുന്നത് ആ കമ്പനിയെ സംബന്ധിച്ച് എന്താണ്, ഒരു ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞൊരു ആസ്പെക്റ്റിലാണ് പറയുന്നത്. 1 ലക്ഷം രൂപ, ആ 1 ലക്ഷം രൂപ എന്ത് ചെയ്യാം, സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, 60,000 രൂപയുടെ ഇക്വിറ്റിയും 40,000 രൂപയുടെ ഡെപ്റ്റും എന്ത് ചെയ്യാം, ഇഷ്യൂ ചെയ്യാം, അല്ലെങ്കിൽ ഡിബഞ്ചറും എന്ത് ചെയ്യാം, ഇഷ്യൂ ചെയ്യാം. ഓക്കെ, അങ്ങനെ വരുന്ന ആ ഒരു പ്രൊപ്പോസിഷനെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നും റൈസ് ചെയ്യുന്ന ടോട്ടൽ എമൗണ്ടിനെ എന്തെന്ന് പറയും, ക്യാപിറ്റലൈസേഷൻ എന്നും പറയും. ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് എ കമ്പനി റെഫേഴ്സ് ടു കോമ്പോസിഷൻ
ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് കോമ്പോസിഷൻ ഓർ മേക്കപ്പ് ഓഫ് ഇറ്റ്സ് ക്യാപിറ്റലൈസേഷൻ. ക്യാപിറ്റലൈസേഷൻ മേക്കപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓക്കെ അതിന് ഏതൊക്കെ ഫണ്ടാണോ ഉപയോഗിക്കുന്നത് അതിന്റെ ഒരു കോമ്പോസിഷനെ ആണെന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് ലോങ് ടേം ക്യാപിറ്റൽ റിസോഴ്സസ്. അപ്പൊ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ വരുന്ന ഏതാണ്? ലോങ് ടേം സോഴ്സസ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ റിസോഴ്സസ് ആയിരിക്കും ക്യാപിറ്റൽ സ്ട്രക്ചറിൽ വരുന്നത്. അതായത് ലോൺ ഉണ്ട്, റിസർവ്സ് ഉണ്ട്, ഷെയർസ് ഉണ്ട്, ബോൺസ് ഉണ്ട്. അപ്പൊ അല്ലെങ്കിൽ റീറ്റേൺഡ് ഏർണിംഗ്സ് ഉപയോഗിക്കാം. അങ്ങനെ ലോങ് ടേം ക്യാപിറ്റൽ സോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് ഫോം ചെയ്യുന്നതാണ് ഏത്? ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ച് ക്യാപിറ്റൽ സ്ട്രക്ചർ അവർക്ക് ഡിഫറെന്റ് വേയിൽ എന്ത് ചെയ്യാം? ഫോം ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർസ് മാത്രം ഉപയോഗിക്കാം ഒരു കമ്പനിക്ക്. ഇല്ലെന്നുണ്ടെങ്കിൽ എന്താണ്? ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും ഉപയോഗിക്കാം. ഒന്നേ ഇക്വിറ്റി ഷെയർസ് മാത്രം ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർസ് പ്രിഫറൻസ് ഷെയർസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർസും ഡിബഞ്ചേഴ്സും യൂസ് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും ഡിബഞ്ചേഴ്സും യൂസ് ചെയ്യാം. അപ്പൊ നോർമലി ഒരു കമ്പനി ഈ പറയുന്ന രീതികളിലൊക്കെ ആയിരിക്കും അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ എല്ലാം എന്താണ്? ഒരു കോമൺ ഫാക്ടർ ഉണ്ട് അല്ലെ? ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞിട്ട് ഒരു കോമൺ ഫാക്ടർ ഉണ്ട് എല്ലാത്തിലും. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത് എന്താണ്? ഒരു കോമൺ ഫാക്ടർ ആണ്. ഈ പറയുന്ന എല്ലാ കോമ്പിനേഷനിലും കോമൺ ഫാക്ടർ ആണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. കാരണം എന്താണ്? ഇക്വിറ്റി എന്ന് പറയുന്നത് ഓണർഷിപ്പ് ക്യാപിറ്റൽ ആണ്. ഇക്വിറ്റി ഓണർഷിപ്പ് ക്യാപിറ്റൽ ആയതുകൊണ്ട് തന്നെ അതെന്താണ്? ഒരു കോമൺ ഫാക്ടർ ആയിട്ടാണ് എടുക്കുന്നത്. നെക്സ്റ്റ് ഫിനാൻഷ്യൽ സ്ട്രക്ചർ ആൻഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പൊ ഞാൻ നേരത്തെ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു എന്താണ്? ഫിനാൻഷ്യൽ സ്ട്രക്ചറും ക്യാപിറ്റൽ സ്ട്രക്ചറും രണ്ട് ടേം ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് ആദ്യം നോക്കാം. ഫിനാൻഷ്യൽ സ്ട്രക്ചർ ഈസ് എ ടേം യൂസ്ഡ് ടു ഡിനോട്ട് എൻറ്റയർ ക്യാപിറ്റൽ കോമ്പോസിഷൻ ഓഫ് എ കമ്പനി ഇൻക്ലൂഡിംഗ് ലോങ് ടേം, മീഡിയം ടേം ആൻഡ് ഷോർട്ട് ടേം ഫിനാൻസസ്. ഓക്കെ, ഒരു കമ്പനിയെ സംബന്ധിച്ച് അവർ യൂസ് ചെയ്യുന്ന എല്ലാ ക്യാപിറ്റലിന്റെയും അല്ലെങ്കിൽ എന്താ പറഞ്ഞേക്കുന്നത്? ഡിനോട്ട് എൻറ്റയർ ക്യാപിറ്റൽ കോമ്പോസിഷൻ. ഒരു കമ്പനിയെ സംബന്ധിച്ച് അവരുടെ എന്താണ്? എൻറ്റയർ ക്യാപിറ്റൽ കോമ്പോസിഷനെ ആണ് എന്തെന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അവിടെ ഏതൊക്കെ വരും? ലോങ് ടേം വരും, മീഡിയം ടേം വരും, അതുപോലെ തന്നെ എന്താണ്? ഷോർട്ട് ടേം ഫിനാൻസും വരും. അത് തന്നെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചറും ഫിനാൻഷ്യൽ സ്ട്രക്ചറും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ബ്രോഡ് ടേം ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്? അതിൽ ലോങ് ടേം ഫണ്ടും മീഡിയം ടേം ഫണ്ടും ഷോർട്ട് ടേം ഫണ്ടും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ക്യാപിറ്റൽ സ്ട്രക്ചറിലാണെന്നുണ്ടെങ്കിൽ ഏത് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ? ലോങ് ടേം സോഴ്സസ് ഓഫ് ഫണ്ട് മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. അപ്പൊ അത് തന്നെയാണ് ഏതൊക്കെ തമ്മിലുള്ള ഡിഫറൻസ്? ഫിനാൻഷ്യൽ സ്ട്രക്ചറും ക്യാപിറ്റൽ സ്ട്രക്ചറും തമ്മിലുള്ള ഡിഫറൻസ്. ഇപ്പൊ ഫിനാൻഷ്യൽ സ്ട്രക്ചറിൽ എന്താ പറഞ്ഞേക്കുന്നത്? ഇറ്റ്സ് എ ടേം യൂസ്ഡ് ടു ഡിനോട്ട് ദ എൻറ്റയർ ക്യാപിറ്റൽ കോമ്പോസിഷൻ ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ എൻറ്റയർ ക്യാപിറ്റൽ കോമ്പോസിഷൻ ഏതെന്ന് പറയും? ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയും. അതിൽ ലോങ് ടേം ഉണ്ട്, മീഡിയം ടേം ഉണ്ട്, ഷോർട്ട് ടേം ഫിനാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഒരു ബ്രോഡർ ടേം ആണ്. ക്യാപിറ്റൽ സ്ട്രക്ചറിനെ വെച്ച് നോക്കുമ്പോൾ ഇതെന്താണ്? ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ബ്രോഡർ ടേം ആണ്. ഫിനാൻഷ്യൽ സ്ട്രക്ചർ റെപ്രസെന്റ് ദി ലയബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ് ഓഫ് എ ഫേം. ഒരു ഫേമിന്റെ ലയബിലിറ്റി സൈഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലയബിലിറ്റി സൈഡ് തന്നെയാണ് ആ ഒരു കമ്പനിയെ സംബന്ധിച്ച് അവരുടെ ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് എന്തുണ്ട്? ഷോർട്ട് ടേം ഫണ്ട് ഉണ്ടായിരിക്കും, മീഡിയം ടേം ഫണ്ട് ഉണ്ടായിരിക്കും, ലോങ് ടേം ഫണ്ട് ഉണ്ടായിരിക്കും. അപ്പൊ ടോട്ടൽ ഓഫ് ലയബിലിറ്റി സൈഡ് ആണ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. Thus the financial structure shows how the entire asset of a firm are financed, whereas capital structure shows the financing pattern of long term assets only. അപ്പൊ ഈ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എന്താണ്? ലോങ് ടേം സോഴ്സസ് ഓഫ് ഫണ്ട് ആണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ലോങ് ടേം അസറ്റിന്റെ ആ ഒരു ഇൻവെസ്റ്റിംഗ് പാറ്റേൺ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് പാറ്റേൺ ആണ് അല്ലെങ്കിൽ ഫിനാൻസിങ് പാറ്റേൺ ആണ് ഏതിൽ പറയുന്നത്? ക്യാപിറ്റൽ സ്ട്രക്ചറിൽ പറയുന്നത്. പക്ഷേ ഫിനാൻഷ്യൽ സ്ട്രക്ചർ വരുമ്പോൾ എന്താണ്? ഒരു കമ്പനിയെ സംബന്ധിച്ച് അവരുടെ എൻറ്റയർ അസറ്റും അല്ലെങ്കിൽ അസറ്റിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഫിനാൻസിങ് പാറ്റേൺ ആണ് ഏതിൽ വരുന്നത്? ഫിനാൻഷ്യൽ സ്ട്രക്ചറിനകത്ത് വരുന്നത്. ഇറ്റ് ഷോസ് ദാറ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് എ പാർട്ട് ഓഫ് ഫിനാൻഷ്യൽ സ്ട്രക്ചർ. നമ്മൾ പറഞ്ഞു ഫിനാൻഷ്യൽ സ്ട്രക്ചറിൽ എന്താണ്? ഫിനാൻഷ്യൽ സ്ട്രക്ചറിൽ ലോങ് ടേമും മീഡിയം ടേമും ഷോർട്ട് ടേമും വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം ചേർന്നൊരു ബ്രോഡ് ടേം ആണ് ഫിനാൻഷ്യൽ സ്ട്രക്ചർ. അപ്പൊ ഫിനാൻഷ്യൽ സ്ട്രക്ചറിന്റെ ഒരു പാർട്ട് മാത്രമാണ് ഏതെന്ന് പറയുന്നത്?
ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. കാരണം ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഏതാണ് വരുന്നത്? ലോങ് ടേം സോഴ്സസ് ഓഫ് ഫണ്ട് ആണ് വരുന്നത്. അപ്പൊ ഫിനാൻഷ്യൽ സ്ട്രക്ചർ ആണ് ബ്രോഡ് ടേം, എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്ട്രക്ചറിന്റെ ഒരു പാർട്ട് മാത്രമാണ്. അപ്പൊ ഇത് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് ഈ പറയുന്ന ഫിനാൻഷ്യൽ സ്ട്രക്ചറും ക്യാപിറ്റൽ സ്ട്രക്ചറും. വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് തരാം, എന്താണ് ഫിനാൻഷ്യൽ സ്ട്രക്ചറും ക്യാപിറ്റൽ സ്ട്രക്ചറും സെയിം ആണെന്നും, അല്ലെങ്കിൽ എന്താണ് രണ്ടും ഡിഫറെന്റ് ആണ്. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്ട്രക്ചറിന്റെ ഒരു ഭാഗമാണെന്നോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ഭാഗമാണെന്നോ ഒക്കെ പറയാം. ഓക്കെ, ഇങ്ങനെ വരുന്ന സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷ ചെയ്യാം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫിനാൻഷ്യൽ സ്ട്രക്ചർ ആണ് എപ്പോഴും ബ്രോഡ് ടേം എന്ന് പറയുന്നത്. അതിൽ ലോങ് ടേമും മീഡിയം ടേമും ഷോർട്ട് ടേമും ഫിനാൻസ് വരുന്നുണ്ട്. പക്ഷേ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്, ഫിനാൻഷ്യൽ സ്ട്രക്ചറിന് ഒരു പാർട്ട് മാത്രമേ ആവുന്നുള്ളൂ. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ലോങ് ടേം സോഴ്സസ് ഓഫ് ഫണ്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഈ ഫിനാൻഷ്യൽ സ്ട്രക്ചറും ക്യാപിറ്റൽ സ്ട്രക്ചറും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. എന്താണ് ഫിനാൻഷ്യൽ സ്ട്രക്ചറിൽ എന്താ പറയുന്നത്? ഇറ്റ് ഡിനോട്ട്സ് ഹൗ ദ അസറ്റ്സ് ആർ ഫിനാൻസ്ഡ്. എങ്ങനെ അസറ്റ്സ് ഫിനാൻസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അസറ്റ്സിന്റെ ആ ഒരു ഫിനാൻസിങ് പാറ്റേൺ ആണ് ഏതിൽ വരുന്നത്? ഫിനാൻഷ്യൽ സ്ട്രക്ചറിൽ വരുന്നത്. ക്യാപിറ്റൽ സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ അവിടെ ലോങ് ടേം അസറ്റിന്റെ ഫിനാൻസിങ് പാറ്റേൺ ആണ് വരുന്നത്. ഓക്കെ, ലോങ് ടേം അസറ്റ്സ് അതാണ് ഏതിൽ വരുന്നത്? ക്യാപിറ്റൽ സ്ട്രക്ചറിൽ വരുന്നത്. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എന്താ പറഞ്ഞേക്കുന്നത്? ഡിനോട്ട്സ് ഹൗ ലോങ് ടേം അസറ്റ്സ് ആർ ഫിനാൻസ്ഡ്. എങ്ങനെ ലോങ് ടേം അസറ്റ്സ് ഫിനാൻസ് ചെയ്യുന്നു അതാണ് ഏതിൽ പറയുന്നത്? ക്യാപിറ്റൽ സ്ട്രക്ചറിൽ പറയുന്നത്. പക്ഷേ ഫിനാൻഷ്യൽ സ്ട്രക്ചർ വരുമ്പോൾ എന്താണ് വരുന്നത്? അവിടെ എല്ലാ അസറ്റ്സിന്റെയും ഫിനാൻസിങ് പാറ്റേൺ വരുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് ഡിനോട്ട്സ് ദ പ്രൊപ്പോർഷൻ ഓഫ് ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം റിസോഴ്സസ് ഓഫ് ഫിനാൻസ്. എന്താണ് ഫിനാൻഷ്യൽ സ്ട്രക്ചറിൽ ലോങ് ടേമും ഷോർട്ട് ടേമും മീഡിയം ടേമും അതെല്ലാം ആ ടേമിൽ വരുന്ന സോഴ്സസ് ഓഫ് ഫണ്ട്സ് അല്ലെങ്കിൽ സോഴ്സസ് ഓഫ് ഫിനാൻസ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഏത് മാത്രമേ എടുക്കുന്നുള്ളൂ? ലോങ് ടേം സോഴ്സസ് ഓഫ് ഫിനാൻസ് മാത്രമേ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ വരുന്നുള്ളൂ. അതായത് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി, അത് മാത്രമേ ഏതിൽ കൺസിഡർ ചെയ്യുന്നുള്ളൂ? ക്യാപിറ്റൽ സ്ട്രക്ചറിൽ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ് ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ബ്രോഡർ ടേം ആണ്. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഏതിന്റെ പാർട്ടാണ്? ഫിനാൻഷ്യൽ സ്ട്രക്ചറിന്റെ പാർട്ടാണ്. It represents the liability side of balance sheet. ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്താണ്? ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് റെപ്രസെന്റ് എ പാർട്ട് ഓഫ് ലയബിലിറ്റി സൈഡ്. ലയബിലിറ്റി സൈഡിന്റെ ഒരു പാർട്ട് മാത്രമേ ആവുന്നുള്ളൂ. കാരണം എന്താണ്? ഇവിടെ ലോങ് ടേം സോഴ്സസ് ഓഫ് ഫണ്ട് മാത്രമേ ഏതിലെടുക്കുന്നുള്ളൂ? ഈ പറയുന്ന ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എടുക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിന്റെ ഒരു ഭാഗം മാത്രമേ ഏതാകുന്നുള്ളൂ? ക്യാപിറ്റൽ സ്ട്രക്ചർ ആകുന്നുള്ളൂ. ഇത്രയാണ് ക്യാപിറ്റൽ സ്ട്രക്ചറും ഫിനാൻഷ്യൽ സ്ട്രക്ചറും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ്. അപ്പൊ നമ്മൾ ഇതുവരെ എന്താ നോക്കി? നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ക്യാപിറ്റലൈസേഷൻ പറഞ്ഞു, ഫിനാൻഷ്യൽ സ്ട്രക്ചറും ക്യാപിറ്റൽ സ്ട്രക്ചറും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു. ഇനി നമുക്ക് നോക്കേണ്ടത് ഫീച്ചേഴ്സ് ഓഫ് അപ്രോപ്രിയേറ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഒരു കമ്പനി അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഫോം ചെയ്യുമ്പോൾ അതിന് വേണ്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? റിട്ടേൺ. അതായത് ഒരു കമ്പനി എന്ത് ചെയ്യണം? മാക്സിമം റിട്ടേൺ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്? അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഫ്രെയിം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, റിട്ടേൺ എന്ന് വെച്ചാൽ മാക്സിമം റിട്ടേൺ. ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് എ കമ്പനി ഈസ് സെഡ് ടു ബി സൗണ്ട് ഇഫ് ഇറ്റ് ജനറേറ്റ്സ് മാക്സിമം റിട്ടേൺ ടു ദി ഷെയർ ഹോൾഡേഴ്സ്. എന്ത് ചെയ്യണം? ഷെയർ ഹോൾഡേഴ്സിന് മാക്സിമം റിട്ടേൺ കൊടുക്കുന്ന രീതിയിലുള്ള ക്യാപിറ്റൽ സ്ട്രക്ചർ വേണം എന്ത് ചെയ്യേണ്ടത്? ഒരു കമ്പനി ഫോം ചെയ്യേണ്ടത്. ഓക്കെ, അതായത് അഡീഷണൽ കോസ്റ്റ് ഒന്നും ആകാതെ ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് മാക്സിമം റിട്ടേൺ എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്യണം. അതാണ് റിട്ടേൺ അല്ലെങ്കിൽ മാക്സിമം റിട്ടേണിൽ പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിലിറ്റിയിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനി അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഫ്രെയിം ചെയ്യുമ്പോൾ എന്തായിരിക്കണം? ഫ്ലെക്സിബിൾ ആയിരിക്കണം എന്നാ പറയുന്നത്. അതായത് ചേഞ്ചിങ് സിറ്റുവേഷൻസും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം എന്ത് ഫ്രെയിം ചെയ്യേണ്ടത്? ക്യാപിറ്റൽ സ്ട്രക്ചർ ഫ്രെയിം ചെയ്യേണ്ടത്. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ദ കേപ്പബിലിറ്റി ഓഫ് ദ കമ്പനി ടു അഡാപ്റ്റ്സ് ഇറ്റ്സ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഇൻ അക്കോർഡൻസ് വിത്ത് ദി ചേഞ്ചിങ് സിറ്റുവേഷൻസ്. ചേഞ്ചിങ് സിറ്റുവേഷൻസ് അതായത് എന്താണ്? സിറ്റുവേഷൻസ് എപ്പോഴും എന്ത് ചെയ്യാം? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാം അല്ലെ? മാർക്കറ്റ് സിറ്റുവേഷൻസ് ചേഞ്ച് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ചേഞ്ചിങ് സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ക്യാപിറ്റൽ സ്ട്രക്ചർ വേണം എന്ത് ചെയ്യേണ്ടത്? ഒരു കമ്പനി ഫോം ചെയ്യേണ്ടത്. അതിൽ എന്താണ്? കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സോ അല്ലെങ്കിൽ കൺവെർട്ടബിൾ പ്രിഫറൻഷ്യൽ ഷെയർസോ ഒക്കെ എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്തായിരിക്കും? അത് കൂടുതൽ ഫ്ലെക്സിബിൾ ആയിരിക്കും. അതാണ് രണ്ടാമത്തെ ഫീച്ചറിൽ പറയുന്നത്. അപ്പൊ ഒന്നാമത്തിൽ എന്താ പറഞ്ഞത്? റിട്ടേൺ, മാക്സിമം റിട്ടേൺ ടു ദി ഷെയർ ഹോൾഡേഴ്സ്. അതായിരിക്കണം ഏതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്? ഫ്ലെക്സിബിലിറ്റി. അതെന്താണ്? സിറ്റുവേഷൻസ്, മാർക്കറ്റ് സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ചേഞ്ചിങ് ആണ് അല്ലെ? അല്ലെങ്കിൽ മാർക്കറ്റ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ചിങ് ആണ്. അപ്പൊ ആ ഒരു ചേഞ്ചിങ് സിറ്റുവേഷൻ
സിറ്റുവേഷൻസും കൂടെ മുന്നിൽ കണ്ടുകൊണ്ടിട്ടുള്ള ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ വേണം ഒരു കമ്പനി ഫ്രെയിം ചെയ്യാൻ. നെക്സ്റ്റ് എന്ന് പറയുന്നത് റിസ്ക്. റിസ്ക് എന്തായിരിക്കണം? മിനിമം ആയിരിക്കണം. ഒരു കമ്പനി എന്തായിരിക്കണം? ആ ഒരു കമ്പനി ഒരു റിസ്ക് എന്ന് പറയുന്നത് എന്താണ്? മിനിമം ആയിട്ടുള്ള രീതിയിൽ വേണം ആ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ ഫ്രെയിം ചെയ്യേണ്ടത്. അപ്പൊ റിസ്ക് എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം, റിസ്ക് എന്ന് പറയുന്നത് നമ്മൾ പണ്ട് മുതലേ പഠിച്ചിട്ടുള്ളതാണ്. ചാൻസസ് ഓഫ് ലോസിനെയാണ് റിസ്ക് എന്ന് പറയുന്നത്. പക്ഷേ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ റിസ്ക് എന്ന് പറയുമ്പം നിങ്ങൾക്ക് ഓർമ്മ വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വേരിയേഷൻ ഇൻ റിട്ടേൺ. ഓക്കെ, റിട്ടേണിലുള്ള വേരിയേഷനാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആസ്പെക്റ്റിൽ റിസ്ക് എന്ന് പറയുന്നത്. അപ്പൊ പ്രധാനമായിട്ട് ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ റിസ്ക് എന്ന് പറയുമ്പോൾ അത് രണ്ട് തരത്തിലുണ്ട്. ഫിനാൻഷ്യൽ റിസ്ക് ഉണ്ട്, അതുപോലെ തന്നെ ബിസിനസ് റിസ്ക് ഉണ്ട്. അപ്പൊ റിസ്ക് എന്ന് പറയുന്നത് എന്താണ്? റിട്ടേൺ ഉണ്ടാകുന്ന വേരിയേഷൻ ആണ്. ഓക്കെ, വേരിയേഷൻ ഇൻ റിട്ടേൺ ആണ് എന്ന് പറയുന്നത് റിസ്ക് എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണുള്ളത്. ഫിനാൻഷ്യൽ റിസ്ക് ഉണ്ട്, ബിസിനസ് റിസ്ക് ഉണ്ട്. ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് റിട്ടേണിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അതിനാണെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത്. അതായത് കൂടുതലായിട്ട് ഡെപ്റ്റ് ഒക്കെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഉപയോഗിക്കുന്ന സമയത്ത് അത് ഫിനാൻഷ്യൽ റിസ്ക് ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. ബിസിനസ് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും എന്താണ്? റിട്ടേണിലുള്ള ചേഞ്ച് ആണ്. അതായത് ലെവൽ ഓഫ് ബിസിനസ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് റിട്ടേണിൽ എന്തെങ്കിലും വ്യത്യാസം വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ എന്തെന്ന് പറയും? ബിസിനസ് റിസ്ക് എന്ന് പറയും. അപ്പൊ ഇത് രണ്ടുമാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആസ്പെക്റ്റിൽ പ്രധാനമായിട്ടും വരുന്ന രണ്ട് റിസ്കുകൾ. അപ്പം ഒരു കമ്പനി അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഫോം ചെയ്യുന്ന സമയത്ത് മിനിമം റിസ്ക് എന്നുള്ളൊരു ലക്ഷ്യം മുന്നിൽ കണ്ടിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്? ക്യാപിറ്റൽ സ്ട്രക്ചർ ഫ്രെയിം ചെയ്യാനുള്ളത്. യൂഷ്വലി എക്സസീവ് റിസ്ക് ത്രെട്ടേൺസ് ദ സോൾവൻസി ഓഫ് ദ കമ്പനി. അപ്പൊ റിസ്ക് കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും? സോൾവൻസി ഓഫ് ദ കമ്പനി എന്ത് ചെയ്യും? നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ എക്സസീവ് റിട്ടേൺ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും? സോൾവൻസിയെ അഫക്റ്റ് ചെയ്യും. സോൾവൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ലോങ് ടേം ബോറോവിങ്സ് അല്ലെങ്കിൽ ഡെപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുന്നതിനാണ് സോൾവൻസി എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സോൾവൻസി പൊസിഷൻ എന്ത് അഫക്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്? എക്സസീവ് റിസ്ക് അഫക്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ദസ് ദ ഡെപ്റ്റ് ഓഫ് ദ കമ്പനി ഷുഡ് ബി സച്ച് ദാറ്റ് ഇറ്റ് ഷുഡ് നോട്ട് ആഡ് സിഗ്നിഫിക്കന്റ് റിസ്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്? ഡെപ്റ്റ് ഒക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? ഫിനാൻഷ്യൽ റിസ്കിലേക്കൊക്കെ ലീഡ് ചെയ്യും. അപ്പൊ അത് ഫിനാൻഷ്യൽ റിസ്ക് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ഗ്രാജുവലി സോൾവൻസിയെ തന്നെ എഫക്ട് ചെയ്യും ബിസിനസിന്റെ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്? ഡെപ്റ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ്? ആഡിക്വേറ്റ് ആയിട്ടുള്ള ഡെപ്റ്റ് വേണം ക്യാപിറ്റൽ സ്ട്രക്ചറിൽ യൂസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് കപ്പാസിറ്റി. കപ്പാസിറ്റി എന്താ പറയുന്നത്? കമ്പനി ഷുഡ് ഫ്രെയിം ഇറ്റ്സ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡെപ്റ്റ് കപ്പാസിറ്റി വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ് എബിലിറ്റി ടു ജനറേറ്റ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ്. അതായത് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു കമ്പനിയുടെ കപ്പാസിറ്റി ഒക്കെ നോക്കിയിട്ട് വേണം എന്ത് ആഡ് ചെയ്യേണ്ടത്? ഒരു കമ്പനിയിലെ ക്യാപിറ്റൽ സ്ട്രക്ചറിലേക്ക് ഡെപ്റ്റ് ഒക്കെ കൂടുതലായിട്ട് ആഡ് ചെയ്യേണ്ടത്. നമുക്കറിയാം എന്താണ് ഡെപ്റ്റ് എന്ന് പറയുന്നത്? എന്താണ്? അത് ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഡെപ്റ്റിനൊക്കെ എന്ത് ചെയ്യേണ്ടത്? റിട്ടേൺ ആയിട്ട് കൊടുക്കാനുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ ക്യാഷ് ഫ്ലോ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നമുക്ക് ഡെപ്റ്റ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ആഡ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഡെപ്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് സൂക്ഷിച്ചു വേണം എന്ത് ചെയ്യേണ്ടത്? ഡെപ്റ്റ് ആ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിലേക്ക് ആഡ് ചെയ്യാനുള്ളത്. ദിസ് ഹെൽപ്സ് ദി കമ്പനി ടു ഹാവ് ഇനഫ് ക്യാഷ് ടു പേ ക്രെഡിറ്റേഴ്സ് ഫിക്സഡ് ചേഞ്ചസ് ആൻഡ് പ്രിൻസിപ്പിൾസ്. അതുകൊണ്ട് തന്നെ എന്താണ്? ഫ്യൂച്ചറിൽ ഇനഫ് ആയിട്ടുള്ള ക്യാഷ് ഫ്ലോസ് ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഡെപ്റ്റ് ഫണ്ട് യൂസ് ചെയ്യാം. ഡെപ്റ്റ് ഫണ്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡും അതുപോലെ തന്നെ എന്താണ്? അവരുടെ ആക്ച്വൽ എമൗണ്ട് പെയ്ഡും അതെന്ത് ചെയ്യണം? അല്ലെങ്കിൽ ആക്ച്വൽ സം അവരിൽ നിന്ന് റിസീവ് ചെയ്യുന്ന ആക്ച്വൽ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് അല്ലെങ്കിൽ ഡെപ്റ്റ് എമൗണ്ട് എന്ത് ചെയ്യാൻ? തിരിച്ചു കൊടുക്കാനായിട്ട് പറ്റും. അതാണ് കപ്പാസിറ്റിയിൽ പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കൺട്രോൾ. കൺട്രോളിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡു നോട്ട് ഡൈലൂട്ട് മാനേജ്മെന്റ് കൺട്രോൾ. മാനേജ്മെന്റ് കൺട്രോൾ എന്ത് ചെയ്യാൻ പാടില്ല? ഡൈലൂട്ട് ചെയ്ത് പോകാനായിട്ട് പാടില്ല. അപ്പൊ നമുക്കറിയാം ഷെയർ ഹോൾഡേഴ്സ് ആണ് ആരെന്ന് പറയുന്നത്? റിയൽ ഓണേഴ്സ് ഓഫ് ദി കമ്പനി എന്ന് പറയുന്നത്. അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്, അവർക്കായിരിക്കും വോട്ടിംഗ് റൈറ്റ് ഉള്ളത്. അവരാണ് റിയൽ ഓണേഴ്സ് ഓഫ് ദി കമ്പനി എന്ന് പറയുന്നത്. ഒരു മാനേജ്മെന്റിൽ കൺട്രോൾ ഉള്ളതും അതായത് വോട്ടിംഗ് പവർ ഉള്ളതും ആർക്കാണ്? ഈ പറയുന്ന ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ്. അപ്പോൾ ഒരുപാട് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഓണർഷിപ്പ് എന്ത് ചെയ്യും? ഡൈലൂട്ട് ചെയ്തു പോകാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പരിധിയിൽ കൂടുതൽ ഇക്വിറ്റി അല്ലെങ്കിൽ ഷെയർസും എന്ത് ചെയ്യാൻ പാടില്ല? ഇഷ്യൂ ചെയ്യാനായിട്ട് പാടില്ല. അപ്പൊ കൺട്രോൾ എപ്പോഴും എന്ത് ചെയ്യണം? നിലനിർത്തണം. ആ കൺട്രോൾ ഡൈലൂട്ട് ചെയ്തു പോകാനായിട്ട് പാടില്ല. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് കൺട്രോൾ. അതിലെന്താ പറയുന്നത്? ഡു നോട്ട് ഡൈലൂട്ട് മാനേജ്മെന്റ് കൺട്രോൾ. എ കമ്പനീസ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഷുഡ് ബി സൗണ്ട് ആൻഡ് ഇഫക്റ്റീവ്. ഇറ്റ് ഇൻവോൾവ്സ് ഓൺലി മിനിമം റിസ്ക് ഓഫ് ലോസ് ഓഫ് കൺട്രോൾ ഓഫ് ദി കമ്പനി. ആ കമ്പനിയുടെ ഓണർഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു കൺട്രോൾ
ഡൈലൂട്ട് ചെയ്ത് പോകാനായിട്ട് പാടില്ല. അതാണ് കൺട്രോളിൽ പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സോൾവൻസി. അതായത് സോൾവൻസിയും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം ക്യാപിറ്റൽ സ്ട്രക്ചർ ഫ്രെയിം ചെയ്യേണ്ടത്. സോൾവൻസി ഓഫ് ദ കമ്പനി ഈസ് എ കമ്പനീസ് എബിലിറ്റി ടു മീറ്റ് ഇറ്റ് ലോങ് ടേം ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ. ലോങ് ടേം ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാനുള്ള ഒരു കമ്പനിയുടെ എബിലിറ്റി ആണെന്ന് പറയുന്നത് സോൾവൻസി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, റിസ്ക് കൂടുതലായി കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, അത് സോൾവൻസിയെ തന്നെ എഫക്ട് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പൊ സോൾവൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കമ്പനിയുടെ എബിലിറ്റി ആണ് അല്ലെ, ലോങ് ടേം ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാനുള്ള ഒരു കമ്പനിയുടെ എബിലിറ്റി ആണ്. അപ്പൊ ആ ഒരു സോൾവൻസി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡെപ്റ്റ് ഫണ്ട് ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ ഫ്രെയിം ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അതാണ് സോൾവൻസിയുടെ കേസിൽ പറയുന്നത്. അപ്പൊ സോൾവൻസി എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞത്, കമ്പനീസ് എബിലിറ്റി ടു മീറ്റ് ലോങ് ടേം ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ ആൻഡ് സ്റ്റേ ഇൻ ബിസിനസ്. ഇറ്റ്സ് ആൻ ഇമ്പോർട്ടന്റ് മെഷർ ഓഫ് കമ്പനീസ് ഫിനാൻഷ്യൽ ഹെൽത്ത്. അപ്പോൾ ഒരു സോൾവൻസി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കമ്പനിക്ക് എന്താണ്, ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഹെൽത്ത് ഉണ്ടെന്ന് പറയാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഫീച്ചർ എന്താണ്, കൺസർവേറ്റീവ്. കൺസർവേറ്റീവിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, കൺസർവേറ്റീവ് മീൻസ് ഡെപ്റ്റ് കണ്ടന്റ് ഷുഡ് നോട്ട് എക്സീഡ് എ ലിമിറ്റ്. ഒരു ലിമിറ്റിനപ്പുറം എന്ത് ഉപയോഗിക്കാൻ പാടില്ല, ഡെപ്റ്റ് ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു ഡെപ്റ്റ് ഒരുപാട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തിലേക്ക് ലീഡ് ചെയ്യും, ഫിനാൻഷ്യൽ റിസ്കിലേക്ക് ലീഡ് ചെയ്യും. ഓക്കെ, ഫിനാൻഷ്യൽ റിസ്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, അത് ഗ്രാജുവലി ഒരു കമ്പനിയുടെ സോൾവൻസി പൊസിഷനെയും നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പരിധിയിൽ കവിഞ്ഞ് ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ ഫ്രെയിം ചെയ്യുന്ന സമയത്ത് ഡെപ്റ്റ് ഫണ്ട് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. നമ്മൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആയിട്ട് നോക്കിയത്, മാക്സിമം റിട്ടേൺ ഉണ്ടായിരിക്കണം, മിനിമം റിസ്ക് ആയിരിക്കണം, പിന്നെ എന്താണ്, കൺട്രോൾ ഡൈലൂട്ട് ചെയ്യാൻ പാടില്ല, പിന്നെ അതുപോലെ തന്നെ കപ്പാസിറ്റി പറഞ്ഞു, സോൾവൻസി പറഞ്ഞു, കൺസർവേറ്റീവ് പറഞ്ഞു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ ഫ്രെയിം ചെയ്യുന്ന സമയത്ത് എന്താണ്, ചേഞ്ചിങ് സിറ്റുവേഷൻസും കൂടെ അല്ലെങ്കിൽ മാർക്കറ്റ് സിറ്റുവേഷൻസും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം ക്യാപിറ്റൽ സ്ട്രക്ചർ ഫ്രെയിം ചെയ്യേണ്ടത്. നെക്സ്റ്റ്, ഈ ഫീച്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന വേറൊരു ടേം ആണ് ഫ്രിക്റ്റ് മോഡൽ എന്ന് പറയുന്നത്. FRICT മോഡൽ. ഓക്കെ, ഫ്രിക്റ്റ് മോഡൽ. ഓക്കെ, ഫീച്ചേഴ്സ് എന്ന് പറയുമ്പം ഇത് നമ്മൾ പല ടെക്സ്റ്റ് നോക്കുമ്പോൾ പല രീതിയിലാണ് കിടക്കുന്നത്. പ്രധാനമായിട്ടും വേണ്ട ഫീച്ചേഴ്സ് ആണ് നമ്മൾ മുന്നേ നോക്കിയത്. അതുപോലെ തന്നെ ഫ്രിക്റ്റ് മോഡൽ എന്ന് പറഞ്ഞിട്ടൊരു മോഡലുണ്ട്. ഈ ഒരു മോഡലിൽ പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചറിന് വേണ്ട ആഡിക്വേറ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്. ഓക്കെ, ആ ഫ്രിക്സിൽ എഫ് എന്ന് പറയുന്നത് എന്താണ്, ഫ്ലെക്സിബിലിറ്റി, അല്ല ആർ എന്ന് പറയുന്ന റിസ്ക്, ഐ എന്ന് പറയുന്ന ഇൻകം, സി എന്ന് പറയുന്ന കൺട്രോൾ, ടി എന്ന് പറയുന്ന ടൈമിംഗ്. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഫീച്ചേഴ്സിൽ. അപ്പൊ ഇത് വെച്ചിട്ടാണ് ഫ്രിക്റ്റ് മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഫ്രിക്റ്റ് മോഡൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, ക്യാപിറ്റൽ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ടേം ആണ് എന്ന് പറയുന്നത് ഫ്രിക്റ്റ് മോഡൽ എന്ന് പറയുന്നത്. ഫ്രിക്റ്റ് മോഡൽ. അപ്പൊ ഫ്രിക്റ്റ് മോഡലിൽ എന്തൊക്കെയാ വരുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്, ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിലിറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. എന്താണ്, ചേഞ്ചിങ് സിറ്റുവേഷൻസും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം എന്ത് ഫ്രെയിം ചെയ്യേണ്ടത്, ക്യാപിറ്റൽ സ്ട്രക്ചർ ഫ്രെയിം ചെയ്യേണ്ടത്. അതായത് ഫ്യൂച്ചറും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം ക്യാപിറ്റൽ സ്ട്രക്ചർ ഫ്രെയിം ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, ഫ്ലെക്സിബിലിറ്റിയിൽ എന്താ പറയുന്നത്, ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ജനറേറ്റഡ് ഫ്രം ദ ബിസിനസ് എൻവയോൺമെന്റ് ആർ അൺസർട്ടൈൻ ആൻഡ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് ദ firm should be flexible enough to accommodate the changes in the ഇൻവെസ്റ്റ്മെന്റ് എൻവയോൺമെന്റ്. അതായത് എന്താണ്, ബിസിനസ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് എന്താണ്, എപ്പോഴും അൺസർട്ടൈൻ ആണല്ലേ, അല്ലെങ്കിൽ അതിനകത്ത് എപ്പോഴും എന്താണ്, ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ഒരു കമ്പനിയെ സംബന്ധിച്ച് അവർ ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലെങ്കിൽ കോമ്പോസിഷൻ ഓഫ് ഫണ്ട് യൂസ് ചെയ്യുന്ന സമയത്ത് അത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്, റിസ്ക് ഓഫ് സോൾവൻസി. അത് നമ്മൾ പറഞ്ഞു എന്താണ്, ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു കമ്പനി അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഫോം ചെയ്യുന്ന സമയത്ത് മിനിമം റിസ്ക് എന്നുള്ള ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചിട്ട് വേണം ക്യാപിറ്റൽ സ്ട്രക്ചർ ഫ്രെയിം ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, റിസ്ക് ഓഫ് സോൾവൻസി. അപ്പൊ ഫ്രിക്റ്റില് എഫും ആറും എന്താന്ന് നമ്മൾ പറഞ്ഞു. എഫ് എന്ന് പറയുന്നത് എന്താണ്, ഫ്ലെക്സിബിലിറ്റി, ആർ എന്ന് പറയുന്നത് എന്താണ്, റിസ്ക്. അപ്പൊ റിസ്കിൽ ഞാൻ പറഞ്ഞു എന്താണ്, വേരിയേഷൻ ഇൻ റിട്ടേണിനെയാണ് റിസ്ക് എന്ന് പറയുന്നത്. അപ്പൊ റിസ്കിനകത്ത് റിസ്ക് എക്സസീവ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, ഒരു കമ്പനിയെ സംബന്ധിച്ച് അവരുടെ സോൾവൻസി പൊസിഷൻ അത് നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യും. സോൾവൻസി പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കമ്പനിയെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ലോങ് ടേം ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ആ ഒരു എബിലിറ്റി ആണെന്ന് പറയുന്നത് സോൾവൻസി എന്ന് പറയുന്നത്. അപ്പൊ റിസ്ക് ഓഫ് സോൾവൻസി, അപ്പൊ റിസ്ക് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ അത് സോൾവൻസി എന്ത് ചെയ്യും, എഫക്ട് ചെയ്യും.
അപ്പോൾ റിസ്ക് കൂടുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിസ്ക് കൂടാനുള്ള ഒരു കാരണം എന്താണ്, ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിൽ, ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എക്സസീവ് ആയിട്ട് ഡെപ്റ്റ് ഫണ്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫിനാൻഷ്യൽ റിസ്ക് ക്രിയേറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് ഈ റിസ്ക് ഓഫ് സോൾവൻസിയിൽ പറയുന്നത്. യൂസ് ഓഫ് മോർ ഡെപ്റ്റ് ക്യാപിറ്റൽ മേ ബി ഹാർംഫുൾ ടു ദി സോൾവൻസി പൊസിഷൻ ഓഫ് ദ കമ്പനി. അപ്പോൾ ഒരുപാട് ഡെപ്റ്റ് ക്യാപിറ്റൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് കമ്പനിയെ സംബന്ധിച്ച് അവരുടെ സോൾവൻസി പൊസിഷനെ എന്ത് ചെയ്യും, അഫക്റ്റ് ചെയ്യും. Therefore, the capital structure should be on which ensure better solvency position for the business. അപ്പോൾ ഒരു ബിസിനസ്സിന് എന്ത് ചെയ്യണം, ബെറ്റർ ആയിട്ടുള്ള ഒരു സോൾവൻസി പൊസിഷൻ വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പരിധിയിൽ കവിഞ്ഞ് ഡെപ്റ്റ് ഫണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, ക്യാപിറ്റൽ സ്ട്രക്ചറിൽ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അതാണ് ഈ ഫ്രിക്റ്റ് മോഡലിൽ ആർ എന്ന് പറഞ്ഞ ആ ഒരു ടേമിൽ പറയുന്നത്, റിസ്ക് ഓഫ് സോൾവൻസി. അപ്പൊ ഫ്ലെക്സിബിലിറ്റി, റിസ്ക് ഓഫ് സോൾവൻസി. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻകം അല്ലെങ്കിൽ പ്രോഫിറ്റ്. ഇപ്പൊ ഇൻകം ഓർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്, റിട്ടേൺ ആണ് ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ പറഞ്ഞത് മാക്സിമം റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പൊ ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ ആണ് എന്ന് പറയുന്നത് മാക്സിമം റിട്ടേൺ എന്ന് പറയുന്നത്. ഇൻകം ഓർ പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നതിൽ എന്താണ് പറഞ്ഞേക്കുന്നത്, ദ അപ്രോപ്രിയേറ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഷുഡ് ബി ഓൺ വിച്ച് ജനറേറ്റ് മാക്സിമം ഇൻകം ടു ദി ഷെയർ ഹോൾഡേഴ്സ്. നമുക്കറിയാം എന്താണ്, ഷെയർ ഹോൾഡേഴ്സ് ആണ് ആരെന്ന് പറയുന്നത്, റിയൽ ഓണേഴ്സ് ഓഫ് ദ കമ്പനി എന്ന് പറയുന്നത്. അപ്പൊ ആ ഓണേഴ്സിന്റെ റിട്ടേൺ അല്ലെങ്കിൽ ഇൻകം എന്ത് ചെയ്യണം, മാക്സിമൈസ് ചെയ്യണം, മാക്സിമം റിട്ടേൺ അവർക്ക് കിട്ടണം. അപ്പൊ അത് മുന്നിൽ കണ്ടിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്, ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ ഫോം ചെയ്യേണ്ടത്. അപ്പൊ അതാണ് പറഞ്ഞേക്കുന്നത് എന്താണ്, മാക്സിമം ഇൻകം ടു ദി ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന് മാക്സിമം ഇൻകം എന്ത് ചെയ്യണം, ജനറേറ്റ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് മാക്സിമം ഇൻകം എന്ത് ചെയ്യണം, കിട്ടണം. ഇൻ അതർ വേർഡ്സ് ഇറ്റ് ഷുഡ് മിനിമൈസ് ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. എന്താണ്, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മിനിമൈസ് ചെയ്യുക. ഓക്കെ, അതുവഴി എന്ത് ചെയ്യുക, കൂടുതൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇൻകം ആർക്ക് പ്രൊവൈഡ് ചെയ്യുക, ഷെയർ ഹോൾഡേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഫ്രെയിം ചെയ്യേണ്ടതെന്നുള്ളതാണ് ഈ ഒരു ഫീച്ചറിൽ പറയുന്നത്. നെക്സ്റ്റ് ഏതാണ്, കൺട്രോൾ എന്ന് പറയുന്നത്. കൺട്രോളിൽ എന്താ പറയുന്നത്, ചേഞ്ചസ് ഇൻ ദ പ്രിവൈലിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഷുഡ് നോട്ട് ലീഡ് ദ ഡൈലൂഷൻ ഓഫ് ദി കൺട്രോൾ. എന്താണ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന്റെ കൺട്രോൾ എന്ത് ചെയ്യാൻ പാടില്ല, ഡൈലൂട്ട് ചെയ്ത് പോകാനായിട്ട് പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് എന്ത് ചെയ്യാൻ പാടില്ല, ഇക്വിറ്റി ഷെയർസ് അല്ലെങ്കിൽ ഷെയർസ് ഇഷ്യൂ ചെയ്യാനായിട്ട് പാടില്ല. Certain kind of debts like convertible debentures will dilute the control of equity shareholders after the conversion. ഇപ്പൊ ഈ പറയുന്ന ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിൽ കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഒക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, കൺട്രോൾ അല്ലെങ്കിൽ മാനേജ്മെന്റ് ഓഫ് കൺട്രോൾ ഡൈലൂട്ട് ചെയ്ത് പോകാനായിട്ടുള്ള കാരണമാവെന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പരിധിയിൽ കവിഞ്ഞ് ഈ പറയുന്ന കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സോ അല്ലെങ്കിൽ ഒരു പരിധിയിൽ കൂടുതൽ പുതിയ ഷെയർസോ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഇഷ്യൂ ചെയ്യാനായിട്ട് പാടില്ല. അതായത് കൺട്രോൾ ഡൈലൂട്ട് ചെയ്ത് പോകാനായിട്ട് പാടില്ല. അതാണ് ഏതിൽ പറഞ്ഞേക്കുന്നത്, കൺട്രോളിൽ പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് ഈ ഫ്രിക്റ്റ് മോഡലിൽ വരുന്ന ലാസ്റ്റ് എലമെന്റ് ആണ് എന്ന് പറയുന്നത്, ലാസ്റ്റ് ഫീച്ചർ ആണ് എന്ന് പറയുന്നത് ടൈമിംഗ് എന്ന് പറയുന്നത്. ടൈമിംഗ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഫാക്ടർ വൈൽ ടേക്കിംഗ് ഫിനാൻസിങ് ഡിസിഷൻ. അപ്പൊ ഫിനാൻസിങ് ഡിസിഷനിൽ ഈ പറയുന്ന ടൈമിംഗ് എന്ന് പറഞ്ഞ ഫാക്ടറിന് എന്തുണ്ട്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഇഫ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ആർ ഹൈ ഇൻ ദ മാർക്കറ്റ് ഇറ്റ് വുഡ് ബി ഡിഫിക്കൾട്ട് ടു പ്രൊക്യൂർ മണി ത്രൂ ഇഷ്യൂ ഓഫ് ഷെയർസ്. അതായത് ഇപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് മാർക്കറ്റിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഷെയർസ് ഇഷ്യൂ ചെയ്ത് ഫണ്ട് റൈസ് ചെയ്യുക എന്നുള്ളത് എന്താണ്, ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ആളുകൾ എന്ത് ചെയ്യും, ഡിബഞ്ചറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് മാർക്കറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് ഫണ്ട് റൈസ് ചെയ്യുക എന്നുള്ളത് എന്താണ്, ഒരു കമ്പനിയെ സംബന്ധിച്ച് ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലെന്നുണ്ടെങ്കിൽ എന്താണ്, ഇറ്റ് വിൽ ബി ഡിഫിക്കൾട്ട് ടു മൊബിലൈസ് ഡെപ്റ്റ് ഫണ്ട് ഫ്രം മാർക്കറ്റ് ഡ്യൂറിംഗ് ഡിപ്രഷൻ ടൈം. അതായത് ഡിപ്രഷൻ പീരീഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ ഡെപ്റ്റ് ഫണ്ട് മാർക്കറ്റിൽ നിന്ന് മൊബിലൈസ് ചെയ്യുന്നത് എന്തായിരിക്കും, ഡിഫിക്കൾട്ട് ആയിരിക്കും. അപ്പൊ ആ ഒരു ടൈമിംഗ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഉണ്ടാവുന്ന ഈ പറയുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചേഞ്ചസ് എന്ത് ചെയ്യും, ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷനെ അഫക്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. അതാണ് ടൈമിംഗ് എന്നുള്ളതിൽ പറഞ്ഞേക്കുന്നത്. അപ്പൊ ടൈമിങ്ങിന് എന്തുണ്ട്, ഫിനാൻസിങ് ഡിസിഷൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ഉണ്ട്. Okay, therefore the market parameters must be analyzed in advance before designing the capital structure. അപ്പൊ ഇങ്ങനെ മാർക്കറ്റിൽ ചേഞ്ചസ് വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ എന്ത് വേണം, മാർക്കറ്റിൽ ഉണ്ടാകുന്ന പാരാമീറ്റേഴ്സ് എന്ത് ചെയ്യണം, അനലൈസ് ചെയ്തിട്ട് വേണം, അതായത് അഡ്വാൻസ് ആയിട്ട് അനലൈസ് ചെയ്തിട്ട് വേണം ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യേണ്ടെന്നുള്ളതാണ് ടൈമിങ്ങിൽ പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഫ്രിക്റ്റ് മോഡലിൽ വരുന്നത്, ഫ്രിക്റ്റ് അനാലിസിസ് അല്ലെങ്കിൽ ഫ്രിക്റ്റ് മോഡൽ. അപ്പൊ ഫ്രിക്റ്റ് മോഡൽ ഏതൊക്കെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്, ഫസ്റ്റ് എഫിൽ എന്താ പറഞ്ഞത്, ഫ്ലെക്സിബിലിറ്റി പറഞ്ഞു, ആറിൽ എന്താ, റിസ്ക് പറഞ്ഞു, ഐ എന്ന് പറയുന്നത് ഇൻകം ഓർ റിട്ടേൺ ഓർ
പ്രോഫിറ്റബിലിറ്റി, സി എന്ന് പറയുന്നത് കൺട്രോൾ, ടി എന്ന് പറയുന്നത് എന്താണ് ടൈമിങ്. അപ്പൊ ഈ പറയുന്ന ഫാക്ടേഴ്സ് എല്ലാം നോക്കിയിട്ട് വേണം എന്ത് ഫ്രെയിം ചെയ്യേണ്ടത്, ഒരു കമ്പനി അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഫ്രെയിം ചെയ്യേണ്ടത് അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻ എടുക്കേണ്ടത് ഈ പറയുന്ന ഫീച്ചേഴ്സ് എല്ലാം കൺസിഡർ ചെയ്തിട്ട് വേണം. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം ആണ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പൊ നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണെന്ന് പഠിച്ചു. ഇനി നമുക്ക് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞതാണ് എന്താണ്, റിട്ടേൺ, അതായത് മാക്സിമം റിട്ടേൺ ടു ദി ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ മാക്സിമം വെൽത്ത് ടു ദി ഷെയർ ഹോൾഡേഴ്സ്. അതാണ് എന്തെന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചറിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ മാനേജർ പ്ലാനിങ് സ്റ്റേജിൽ തന്നെ അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ഫ്രെയിം ചെയ്യുന്ന ആ ഒരു പ്ലാനിങ് സ്റ്റേജിൽ തന്നെ ഉപയോഗിക്കേണ്ട സോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സോഴ്സസ് ഷെയർ ഹോൾഡേഴ്സിന്റെ അല്ലെങ്കിൽ ഓണേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യണം അല്ലെങ്കിൽ റിട്ടേൺ മാക്സിമൈസ് ചെയ്യണം. അതാണ് ഈ പറയുന്ന ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചറിൽ പറയുന്നത്. അറ്റ് ദ പ്ലാനിങ് സ്റ്റേജ് ദ ഫിനാൻസ് മാനേജർ വിൽ ബി attempting to frame a capital structure most suitable to company so as to maximize the wealth or market value of the shares. എന്താണ്, ഷെയറിന്റെ മാർക്കറ്റ് വാല്യൂ എന്ത് ചെയ്യണം, മാക്സിമൈസ് ചെയ്യണം. അപ്പൊ എന്താണ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നുള്ളത് നമുക്ക് ഒരു സെന്റൻസിൽ നമുക്ക് മീനിങ് നോക്കാം. ദ ബെസ്റ്റ് കോമ്പിനേഷൻ ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി. നമുക്കറിയാം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ കോമ്പിനേഷൻ ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ആണ്. അപ്പൊ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ പറയുന്നത് ബെസ്റ്റ് കോമ്പിനേഷൻ, ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ എന്തിന്റെയൊക്കെ, ഡെപ്റ്റിന്റെയും ഇക്വിറ്റിയുടെയും, വിച്ച് വുഡ് മാക്സിമൈസ് ദ വെൽത്ത് ഓഫ് ദി ഫേം ഈസ് കോൾഡ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. എന്താണ്, ഫേമിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുന്ന ബെസ്റ്റ് കോമ്പിനേഷൻ ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ആണെന്ന് പറയുന്നത് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് എ ബെസ്റ്റ് കോമ്പിനേഷൻ ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി വിച്ച് വുഡ് മാക്സിമൈസ് ദ വെൽത്ത് ഓഫ് ദി ഫേം. വെൽത്ത് ഓഫ് ഫേം മാക്സിമൈസ് ചെയ്യണം. മാക്സിമൈസ് ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യണം, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും എന്ത് ചെയ്യണം, മിനിമൈസ് ചെയ്യണം. ഓക്കെ, അപ്പൊ എന്താണ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഇറ്റ്സ് എ ബെസ്റ്റ് കോമ്പിനേഷൻ ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ഓഫ് ദ ഫേം വിച്ച് മാക്സിമൈസ് ദ വാല്യൂ ഓഫ് ദ ഫേം ആൻഡ് മിനിമൈസ് ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്, ഏതൊക്കെ സോഴ്സസ് ഉപയോഗിക്കുന്നുണ്ടോ ആ സോഴ്സസിന്റെ എല്ലാം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആഡ് ചെയ്യുമ്പോഴാണ് ഏത് കിട്ടുന്നത്, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ അതെന്ത് ചെയ്യണം, ആ ഓവറോൾ കോസ്റ്റ് എന്ത് ചെയ്യണം, മിനിമൈസ് ചെയ്യുകയും വേണം, ഫേമിന്റെ വാല്യൂ എന്ത് ചെയ്യണം വേണം, കൂട്ടുകയും വേണം. അങ്ങനെയുള്ള ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിനെയാണെന്ന് പറയുന്നത് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നുള്ളത്. ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ ബെസ്റ്റ് കോമ്പിനേഷൻ ഓഫ് അല്ലെങ്കിൽ ബെസ്റ്റ് മിക്സ് ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി വിച്ച് മാക്സിമൈസ് ദ ഫേംസ് വാല്യൂ ആൻഡ് വിച്ച് മിനിമൈസ് ദി ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. Okay, in other words, optimum capital structure is the combination of debt and equity. നമ്മൾ പറഞ്ഞതാ ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റിയുടെ കോമ്പിനേഷൻ ആണ്. എന്തൊക്കെയാണ് അതിന്റെ ലക്ഷ്യം, വിച്ച് മാക്സിമൈസ് ദ മാർക്കറ്റ് വാല്യൂ. അപ്പൊ ഒന്നാമത്തെ എന്താണ്, ഫേമിന്റെ വാല്യൂ എന്ത് ചെയ്യണം, മാക്സിമൈസ് ചെയ്യണം. അതുപോലെ തന്നെ എന്താണ്, മിനിമൈസ് ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ത് ചെയ്യാൻ വേണം, മിനിമൈസ് ചെയ്യാൻ വേണം, കുറയ്ക്കുകയും വേണം. അങ്ങനെയുള്ള ഒരു കോമ്പിനേഷൻ ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ആണ് അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ലോങ് ടേം സോഴ്സസ് ഓഫ് ഫണ്ടിനെയാണെന്ന് പറയുന്നത് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. A company having optimum or balanced capital structure. Optimum capital structure ne thanne endennu parayam, balanced capital structure nu parayam, will generate revenue adequate enough to maximize the വെൽത്ത് ഓഫ് ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും വെൽത്ത് എന്ത് ചെയ്യണം, മാക്സിമൈസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ആ ഒരു വാല്യൂ മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റീവ് ഫുൾഫിൽ ചെയ്യുന്നു എന്നുള്ളത് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിനെയാണെന്ന് പറയുന്നത് ഒപ്റ്റിമം അല്ലെന്നുണ്ടെങ്കിൽ ബാലൻസ്ഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. Similarly, such a combination will helps to reduce the overall cost of capital. അത് എന്ത് ചെയ്യാൻ വേണം, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ത് ചെയ്യാൻ വേണം, കുറയ്ക്കുകയും വേണം. അങ്ങനെയുള്ള ഒരു കോമ്പിനേഷനാണെന്ന് പറയുന്നത് ഒപ്റ്റിമം അല്ലെന്നുണ്ടെങ്കിൽ ബാലൻസ്ഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ
അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് നോക്കേണ്ടത്. ഈ ഫാക്ടേഴ്സിനെ പ്രധാനമായിട്ടും 2 ഹെഡിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, ഇന്റേണൽ ഫാക്ടേഴ്സ് എന്നും എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്നും. ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേം സ്പെസിഫിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. അത് ആ ഒരു ഫേമിന് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഫേമിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സ് ആയിരിക്കില്ല. അത് ജനറൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആയിരിക്കും, ജനറൽ മാർക്കറ്റ് ഫാക്ടേഴ്സ് ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ജനറൽ മാർക്കറ്റ് എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് ഒക്കെ ആയിരിക്കും ഇതിൽ വരുന്നത്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനകത്ത് വരുന്നത്. അപ്പൊ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നമ്മൾ ഫീച്ചേഴ്സ് പറഞ്ഞു, അതുപോലെ തന്നെ എന്താണ് ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിറ്റർമിൻ ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. പ്ലാനിങ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് ഹൈലി ഇമ്പോർട്ടൻറ്റ് ഫോർ എവറി ബിസിനസ് ഫേം. അതെന്താണ്, ഒരു ബിസിനസ് ഫേമിനെ സംബന്ധിച്ച്, ഏതൊരു ബിസിനസ് ഫേമിനെ സംബന്ധിച്ച് ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഫിനാൻസിങ് ഡിസിഷൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിട്ട് പറയുന്നത്. Therefore, ഫിനാൻഷ്യൽ മാനേജർ യൂസ് മച്ച് ടൈം ഫോർ ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാനിങ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ മാനേജർ ഒരുപാട് ടൈം എടുത്തിട്ടായിരിക്കും ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ത് ചെയ്യുന്നത്, ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഫോം ചെയ്യുന്നത്. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കണം എന്നുള്ളത് പറഞ്ഞു. അപ്പൊ അതിനെന്ത് ചെയ്യും, ഒരുപാട് ഫാക്ടേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്, അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ നമ്മൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത് ഇന്റേണൽ ഫാക്ടേഴ്സ്. അപ്പൊ ഇന്റേണൽ ഫാക്ടേഴ്സ് ഞാൻ പറഞ്ഞു, ഇന്റേണൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ആ ഫേം സ്പെസിഫിക്. എന്താണ്, ഫേം സ്പെസിഫിക് ഫാക്ടേഴ്സിനെയാണെന്ന് പറയുന്നത്, ഫേം സ്പെസിഫിക് ഫാക്ടേഴ്സിനെയാണെന്ന് പറയുന്നത് ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഫേം സ്പെസിഫിക് ഫാക്ടേഴ്സ് മേ നോട്ട് ബി റിലവൻറ്റ് ടു അതർ ഫേംസ്. അതെന്താണ്, മറ്റ് ഫേംസിന് എന്താണ് റിലവൻ്റ് ആയിട്ടുള്ള ഫാക്ടർ അല്ല, അത് ഒരു ഫേമിനെ സംബന്ധിച്ച് അവർക്ക് അവരുടേതായിട്ടുള്ള സ്പെസിഫൈഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്, കൺട്രോളബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സും ആണ്. അപ്പൊ അതിൽ തന്നെ ഇന്റേണൽ ഫാക്ടറിൽ വരുന്ന ഒന്നാമത്തെ ഫാക്ടറാണ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിൾ ആയിട്ട് പറയാണ്, ഷെയർ ഇഷ്യൂ ചെയ്ത് കമ്പനി എന്ത് ചെയ്യുന്നു, ഫണ്ട് റൈസ് ചെയ്യുന്നു. അപ്പൊ ആ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന റിട്ടേൺ എന്താണ്, ഡിവിഡൻഡ് ആണ് അല്ലെ. അതുപോലെ തന്നെ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ട് ഡിബഞ്ചർ ക്യാപിറ്റൽ റൈസ് ചെയ്യുന്നു. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന റിട്ടേൺ എന്താണ്, ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ ഡിവിഡൻഡ് പറഞ്ഞു, ഇൻട്രസ്റ്റ് പറഞ്ഞു. ആ ഒരു റിട്ടേണിനെയാണെന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈ ഫിനാൻസിങ് ഡിസിഷനിൽ തന്നെ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ് ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനകത്ത് ഫിനാൻസിങ് ഡിസിഷനിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെന്റ് ആണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ ഒരു മീനിങ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മിനിമം റിട്ടേൺ എക്സ്പെക്റ്റഡ് ബൈ ദി ഇൻവെസ്റ്റേഴ്സ്. ഓക്കെ, ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്ന മിനിമം റേറ്റ് ഓഫ് റിട്ടേണിനാണെന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എത്രയാണോ അവർക്ക് കിട്ടുന്ന റിട്ടേൺ, അത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയാൻ കാരണം കമ്പനിയെ സംബന്ധിച്ച് എന്താണ്, അതൊരു കോസ്റ്റ് ആണ് അല്ലേ. ഇപ്പൊ ഷെയർസ് ഇഷ്യൂ ചെയ്ത് ഷെയർ ക്യാപിറ്റൽ റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യണം, ഡിവിഡൻഡ് കൊടുക്കണം. അതുപോലെ തന്നെ ഡെപ്റ്റ് ഫണ്ട് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പൊ കമ്പനിയെ സംബന്ധിച്ച് എന്താണ്, അതൊരു കോസ്റ്റ് ആയതുകൊണ്ട് തന്നെ എന്താണ്, അതിനെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നാ പറയുന്നത്. പക്ഷെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് എന്താണത്, മിനിമം റിട്ടേൺ ആണ്. മിനിമം റിട്ടേൺ എക്സ്പെക്റ്റഡ് ബൈ ദി ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ബൈ ദി ഇൻവെസ്റ്റേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫാക്ടർ ഏതാണ്, ഇന്റേണൽ ഫാക്ടർ ആണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഡെപ്റ്റ് ക്യാപിറ്റൽ ഈസ് കൺസിഡേർഡ് ടു ബി ദ ചീപ്പസ്റ്റ് സോഴ്സ് ഓഫ് ഫിനാൻസ് ആസ് കമ്പയർഡ് ടു ഇക്വിറ്റി ആൻഡ് പ്രിഫറൻസ് ക്യാപിറ്റൽ. അതെന്താണ് പറഞ്ഞേക്കുന്നത്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിനെയും അതുപോലെ തന്നെ ഇക്വിറ്റി ക്യാപിറ്റലിനെയും കമ്പയർ ചെയ്യുമ്പോൾ ചീപ്പസ്റ്റ് സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത് ഏതാണ്, ഡെപ്റ്റ് ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. അങ്ങനെ പറയാൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ഇല്ലേ, ആ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ടാക്സ് പർപ്പസിൽ ഡിഡക്റ്റബിൾ ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് ആണ്. ഓക്കെ, മറന്നു പോവരുത്, ഡിഡക്റ്റബിൾ ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് ആണ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഏത് കേസിൽ, ടാക്സിന്റെ പർപ്പസിൽ അല്ലെങ്കിൽ ടാക്സ് പർപ്പസിനകത്ത് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ ഡെപ്റ്റ് ഫണ്ടിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഡിഡക്റ്റബിൾ എക്സ്പെൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡെപ്റ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിനെയും ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിനെയും നോക്കുമ്പോൾ ചീപ്പസ്റ്റ് സോഴ്സ് ഓഫ് ഫിനാൻസ് എന്നാണ് പറയുന്നത്. സിൻസ് ദ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈസ് ലോ, കമ്പനീസ് മേ ഇൻഫ്യൂസ് മോർ എമൗണ്ട് ഓഫ് ബോറോഡ് ക്യാപിറ്റൽ ഇൻ ദി ബിസിനസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയെയും കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിനെയും നോക്കുമ്പോൾ ലോ ആണ്. കാരണം എന്താണ്, അവരുടെ ആ ഒരു ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്ന
ഇൻട്രസ്റ്റിൽ ടാക്സ്, അതായത് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ടാക്സ് ഡിഡക്റ്റബിൾ ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെന്താണ് ചീപ്പസ്റ്റ് സോഴ്സ് ഓഫ് ഫിനാൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത് കുറവായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഒരു കമ്പനി അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഫ്രെയിം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഫോം ചെയ്യുന്ന സമയത്ത് ആഡിക്വേറ്റ് ആയിട്ടുള്ള ഡെപ്റ്റ് ഫണ്ട് എന്ത് ചെയ്യും, അല്ലെങ്കിൽ ബോറോഡ് ക്യാപിറ്റൽ എന്ത് ചെയ്യും, അതിൽ യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ എന്താണ് പ്രിഫറൻസ് ഷെയർസിനെയും ഇക്വിറ്റിയും നോക്കുന്ന സമയത്ത് ഡെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ചീപ്പസ്റ്റ് സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ്. അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും അതുപോലെ തന്നെ ഇക്വിറ്റി നോക്കുന്ന സമയത്ത് ഏതാണ് ചീപ്പർ എന്ന് പറയുന്നത്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആണ് ചീപ്പർ സോഴ്സ് എന്ന് പറയുന്നത്. കാരണം എന്താണ്, അതിന് റിസ്ക് കുറവാണ്. എന്താണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ റിസ്ക് എന്താണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ കാട്ടി കുറവാണ്. കുറവാൻ കാരണം എന്താണ്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആണ് പേ ചെയ്യുന്നത്. അതായത് ഫിക്സഡ് എമൗണ്ട് ഓഫ് ഡിവിഡൻഡ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇക്വിറ്റി കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്താണ് ലെസ് റിസ്കി ആയിട്ടുള്ള ഒരു ഫണ്ടായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ ഇതാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ ഇന്റേണൽ ഫാക്ടർ ഏതാണ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്, മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ എക്സ്പെക്ടഡ് ബൈ ദി ഇൻവെസ്റ്റേഴ്സ്. നെക്സ്റ്റ് ഡിഗ്രി ഓഫ് കൺട്രോൾ റിക്വയർഡ്. ഡിഗ്രി ഓഫ് കൺട്രോൾ റിക്വയർഡിൽ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, ഡു നോട്ട് ഡൈല്യൂട്ട് ദ കൺട്രോൾ എന്ന് പറഞ്ഞു അല്ലേ. കൺട്രോൾ ഡൈല്യൂട്ട് ചെയ്ത് പോകാനായിട്ട് പാടില്ല. അങ്ങനെയുള്ള ക്യാപിറ്റൽ സ്ട്രക്ചർ വേണം എന്ത് ചെയ്യേണ്ടത്, ഒരു കമ്പനി ഫ്രെയിം ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്, ഡിഗ്രി ഓഫ് കൺട്രോൾ റിക്വയർഡിൽ പറഞ്ഞേക്കുന്നത് ദ മാനേജ്മെന്റ് വിച്ച് ഡസ് നോട്ട് ലൈക്ക് ടു ഡൈല്യൂട്ട് ദ കൺട്രോൾ വിൽ ഹെസിറ്റേറ്റ് ഇഷ്യൂ ന്യൂ ഇക്വിറ്റി ഷെയർസ് റൈസ് അഡീഷണൽ ഫണ്ട്സ്. അപ്പോൾ ഒരു മാനേജ്മെന്റ് അവരുടെ കൺട്രോൾ ഡൈല്യൂട്ട് ചെയ്ത് പോകാനായിട്ട് താല്പര്യപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, അഡീഷണൽ ഫണ്ട് റൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇക്വിറ്റി ഷെയർസ് എന്ത് ചെയ്യത്തില്ല, ഇഷ്യൂ ചെയ്യത്തില്ല. ഇക്വിറ്റി ഷെയർസ് കൂടുതലായിട്ട് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഒരു ഓണർഷിപ്പ് ഡൈല്യൂട്ട് ചെയ്ത് പോകും. പക്ഷേ കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റിന് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ കൺട്രോൾ ഡൈല്യൂട്ട് ചെയ്ത് പോയാലും പ്രശ്നമില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അഡീഷണൽ ഫണ്ട് റൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏത് ഉപയോഗിക്കാം, ഇക്വിറ്റി ക്യാപിറ്റൽ ഉപയോഗിക്കാം. അതാണ് ഇവിടെ ഡിഗ്രി ഓഫ് കൺട്രോൾ റിക്വയർഡിൽ പറഞ്ഞേക്കുന്നത്. അപ്പൊ ആദ്യത്തെ നമ്മൾ എന്താ പറഞ്ഞത്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പറഞ്ഞു. നെക്സ്റ്റ് പറഞ്ഞ എന്താണ്, ഡിഗ്രി ഓഫ് കൺട്രോൾ. അപ്പൊ ഡിഗ്രി ഓഫ് കൺട്രോളിൽ എന്താ നോക്കേണ്ടത്, ഡൈല്യൂട്ട് ചെയ്ത് ഓണർഷിപ്പ് ഡൈല്യൂട്ട് ചെയ്ത് പോകണമോ വേണ്ടയോ എന്ന് നോക്കണം. പോകുന്നതിൽ പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അഡീഷണൽ ഫണ്ട് റൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏത് ഉപയോഗിക്കാം എന്നാ പറയുന്നത്, ഇക്വിറ്റി ക്യാപിറ്റൽ ഉപയോഗിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇക്വിറ്റി ക്യാപിറ്റൽ എന്ത് ചെയ്യാൻ പാടില്ല, യൂസ് ചെയ്യാനായിട്ട് പാടില്ല. നെക്സ്റ്റ് ലെവൽ ഓഫ് റിസ്ക്. ലെവൽ ഓഫ് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, ഒരു ബിസിനസിനെ സംബന്ധിച്ച് പ്രധാനമായിട്ട് രണ്ട് തരത്തിലുള്ള റിസ്ക് ഉണ്ടെന്ന് പറഞ്ഞു. എന്താണ്, ബിസിനസ് റിസ്ക്കും ഉണ്ട്, ഫിനാൻസ് റിസ്ക്കും ഉണ്ട്. അപ്പൊ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആസ്പെക്ട് വരുമ്പോൾ കൂടുതൽ ഇമ്പോർട്ടന്റ് ഏതിനാണ്, ഫിനാൻസ് റിസ്കിനാണ്. ഫിനാൻസ് റിസ്ക് എന്ന് പറയുമ്പോൾ ഒരു കമ്പനി അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ കൂടുതലായിട്ട് ഡെപ്റ്റ് ഫണ്ട് യൂസ് ചെയ്യുന്ന സമയത്ത് അതെന്ത് ചെയ്യും, അതൊരു ഫിനാൻഷ്യൽ റിസ്ക് ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. ഫിനാൻഷ്യൽ റിസ്ക് മീൻസ് എന്താണ്, ഈ പറയുന്ന ഡെപ്റ്റ് ഫണ്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്താണ്, ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യണം, കൊടുക്കണം അല്ലെ, ഫിക്സഡ് റേറ്റ് ഓഫ് റിട്ടേൺ കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു കമ്പനിയെ സംബന്ധിച്ച് അതൊരു ബാധ്യതയായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ലോങ് ടേം ഫണ്ട് അല്ലെങ്കിൽ ലോങ് ടേം ഒബ്ലിക്കേഷൻസ് മീറ്റ് ചെയ്യാനുള്ള ഒരു കമ്പനിയുടെ സോൾവൻസി പൊസിഷനെ ചിലപ്പോൾ ഈ റിസ്ക് കൂടിക്കഴിഞ്ഞാൽ അത് നെഗറ്റീവ്ലി എഫക്ട് ചെയ്യാം. അപ്പൊ അതാണ് ഇവിടെ ലെവൽ ഓഫ് റിസ്കിൽ പറഞ്ഞേക്കുന്നത്. ഇൻ സെർട്ടൻ ബിസിനസ് ഇറ്റ് ഈസ് നോട്ട് സേഫ് ടു റൺ വിത്ത് ബോറോഡ് ക്യാപിറ്റൽ. അപ്പൊ ചില ബിസിനസിന്റെ കേസിൽ ബോറോഡ് ക്യാപിറ്റൽ വെച്ചിട്ട് റൺ ചെയ്യുക എന്നുള്ളത് എന്താണ്, സേഫ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. Therefore, equity capital gets prominence in the capital structure of risky ventures, while debt capital may dominate the ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് സേഫ് ബിസിനസ് പ്രോജക്റ്റ്. ഇപ്പൊ സേഫ് ബിസിനസ് പ്രോജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ ഏത് ഉപയോഗിക്കാം, ഡെപ്റ്റ് ക്യാപിറ്റൽ ഉപയോഗിക്കാം. പക്ഷേ റിസ്കി വെഞ്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഡെപ്റ്റ് ക്യാപിറ്റൽ യൂസ് ചെയ്യുന്ന എന്താണ്, ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ല. ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ അല്ല എന്ന് പറയാൻ കാരണം എന്താണ്, കൂടുതൽ ഡെപ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഫിനാൻഷ്യൽ റിസ്ക് കൂടാൻ കാരണവും ഫിനാൻഷ്യൽ റിസ്ക് കൂടിയാൽ എന്ത് ചെയ്യും, ഗ്രാജുവലി അത് ഒരു കമ്പനിയുടെ സോൾവൻസി പൊസിഷനെ നെഗറ്റീവായിട്ട് എന്ത് ചെയ്യും, അഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ ലെവൽ ഓഫ് റിസ്കിൽ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ 3 ഫാക്ടേഴ്സ് ആണ് നോക്കിയത്. ഫസ്റ്റ് പറഞ്ഞ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പറഞ്ഞു, നെക്സ്റ്റ് എന്താണ്, ഡിഗ്രി ഓഫ് കൺട്രോൾ റിക്വയർഡ് പറഞ്ഞു, തേർഡ് വൺ ഏതാ പറഞ്ഞേ, ലെവൽ ഓഫ് റിസ്ക് പറഞ്ഞു. നെക്സ്റ്റ് ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിലിറ്റി നമ്മൾ നേരത്തെ ഫീച്ചറിലും പറഞ്ഞാണ്. ഫ്ലെക്സിബിലിറ്റിയിൽ എന്താ പറയുന്നത്, ഫ്ലെക്സിബിലിറ്റിയിൽ പറയുന്നത് എന്താണ്, ഒരു ഫേം എന്താണ്, ഒരു ഫേമിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ബിസിനസിനെ സംബന്ധിച്ച് അവരുടെ ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് എന്താണ്, അൺസർട്ടൈൻ ആണ് അല്ലെ, ഫ്യൂച്ചർ അൺസർട്ടൈൻ ആണ്, അല്ലെങ്കിൽ ചേഞ്ചസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു ചേഞ്ചിങ് സിറ്റുവേഷൻസും കൂടെ മീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ വേണം ഏതിൽ വേണ്ടത്, ഒരു ബിസിനസ്സിൽ വേണ്ടതെന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഫ്ലെക്സിബിലിറ്റി ഈസ് അനദർ ഫാക്ടർ ടു ബി കൺസിഡേർഡ് ബൈ ഡിസൈനിങ് ദി ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ
സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നോക്കേണ്ട മറ്റൊരു ഫാക്ടറാണ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ഫ്ലെക്സിബിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ്സ് firm's ability to change its capital structure suiting to the changing situation. ഫ്ലെക്സിബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു കമ്പനി അവരുടെ ചേഞ്ചിങ് സിറ്റുവേഷനിൽ സ്യൂട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ വേണം ഉപയോഗിക്കേണ്ടത്. അതിനെയാണ് ഫ്ലെക്സിബിലിറ്റി ഇൻ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസോ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഒക്കെ എന്ത് ചെയ്യാം? യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതൽ ഫ്ലെക്സിബിൾ ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസും അതുപോലെ തന്നെ എന്താണ് കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഫ്ലെക്സിബിലിറ്റി ക്യാപിറ്റൽ സ്ട്രക്ചറിന് കൊടുക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഏതൊക്കെ പോയിന്റ് നോക്കിയേ? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പറഞ്ഞു, ഡിഗ്രി ഓഫ് കൺട്രോൾ പറഞ്ഞു, നെക്സ്റ്റ് ലെവൽ ഓഫ് റിസ്ക് പറഞ്ഞു, നെക്സ്റ്റ് ഏതാണ് വരുന്നത്? ഫ്ലെക്സിബിലിറ്റി ആണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ടൈപ്പ് ഓഫ് ബിസിനസ്. ടൈപ്പ് ഓഫ് ബിസിനസ് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ക്യാപിറ്റൽ സ്ട്രക്ചർ ഫ്രെയിം ചെയ്യുന്നുണ്ട്. കമ്പനീസ് വിച്ച് റിക്വയർ ഹെവി ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഫിക്സഡ് അസറ്റ് ലൈക്ക് ലാൻഡ്, മെഷീനറി, പ്ലാന്റ് എക്സെട്ര നോർമലി റൈസ് ഫണ്ട് ത്രൂ ഇക്വിറ്റി ഷെയർസ്. അപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ച് അവർക്ക് എന്താണ്? ഹെവി ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഹെവി ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വേണം എന്നുണ്ടെങ്കിൽ ആ ടൈമിൽ, അതായത് ഫിക്സഡ് അസറ്റിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫണ്ട് ഹ്യൂജ് എമൗണ്ട് വേണം എന്നുണ്ടെങ്കിൽ ആ കേസിൽ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്ത് ഫണ്ട് റൈസ് ചെയ്യുന്നതാണ് ബെറ്റർ എന്നാണ് ആ ഒരു സെന്റൻസിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു ബിസിനസ്സിന് എന്താണ്? ഹെവി ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വേണം എന്നുണ്ടെങ്കിൽ അവിടെ ഏതാണ് ബെറ്റർ? ഇക്വിറ്റി ഇഷ്യൂ ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്. അല്ലാണ്ട് ട്രേഡിംഗ് ഫേം ആണെന്നുണ്ടെങ്കിൽ അവർ കൂടുതൽ ഏത് ഉപയോഗിക്കുന്നതാണ് നല്ലത്? ഡെപ്റ്റ് ക്യാപിറ്റൽ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പൊ ട്രേഡിംഗ് ഫേമിന് ഏതാണ് നല്ലത്? ഡെപ്റ്റ് ക്യാപിറ്റൽ ആണ് നല്ലത്. ഹ്യൂജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്ന കേസിൽ ഏതാണ് നല്ലത്? ഇക്വിറ്റി ആണ് നല്ലതെന്നാണ് പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് നേച്ചർ ഓഫ് ക്യാഷ് ഫ്ലോ ആണ്. ഒരു ബിസിനസിനെ സംബന്ധിച്ച് അവർക്ക് റെഗുലർ ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ അല്ലെന്നുണ്ടെങ്കിൽ ഇൻകം ഉണ്ടെങ്കിൽ അവർ ഡെപ്റ്റ് ഫണ്ട് റൈസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഡെപ്റ്റ് ഫണ്ട് ആണെന്നുണ്ടെങ്കിൽ അവിടെ റെഗുലർ ആയിട്ടുള്ള പേയ്മെന്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് പേയ്മെന്റ് വരുന്നുണ്ട്. അപ്പൊ റെഗുലാരിറ്റി ആൻഡ് സെർട്ടേണിറ്റി ഓഫ് ഇൻകം ഓർ ക്യാഷ് ഫ്ലോ ഈസ് അനദർ ഇന്റേണൽ ഫാക്ടർ ഡിറ്റർമിനിങ് ദി ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ഡിറ്റർമിൻ ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഫേം എക്സ്പെക്ടിങ് അഷ്വേർഡ് ആൻഡ് റെഗുലർ ഇൻകം ക്യാൻ റിസോർട്ട് ഡെപ്റ്റ് ക്യാപിറ്റൽ മോർ. അപ്പോൾ ഒരു എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ്, എന്താണ്? ഒരു ഫേമിൽ റെഗുലർ ആയിട്ടുള്ള ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഡെപ്റ്റ് ക്യാപിറ്റൽ റൈസ് ചെയ്യുന്നതാണ് ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അല്ല, റെഗുലർ ഇൻകം ഇല്ല അല്ലെങ്കിൽ ഇറഗുലർ പാറ്റേൺ ഓഫ് ഇൻകം ആണെന്നുണ്ടെങ്കിൽ അവർ ഡെപ്റ്റ് ക്യാപിറ്റൽ എന്ത് ചെയ്യാൻ പാടില്ല? ഇഷ്യൂ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡെപ്റ്റ് ക്യാപിറ്റൽ റൈസ് ചെയ്യാനായിട്ട് പാടില്ല. കാരണം എന്താണ്? ഡെപ്റ്റിന് ഫിക്സഡ് ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇറഗുലാരിറ്റി ഇൻ ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെപ്റ്റ് ക്യാപിറ്റലിലേക്ക് പോകരുത്. റെഗുലാരിറ്റി ഇൻ ഇൻകം ആണെന്നുണ്ടെങ്കിൽ ഏതിലേക്ക് പോകാം? ഡെപ്റ്റ് ക്യാപിറ്റലിലേക്ക് പോകാം എന്നുള്ളതാണ് നേച്ചർ ഓഫ് ക്യാഷ് ഫ്ലോയിൽ പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സൈസ് ഓഫ് ബിസിനസ് ആണ്. സൈസ് ഓഫ് ബിസിനസ്സിൽ പറഞ്ഞേക്കുന്നത് സ്മാൾ കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അവർക്ക് ഇക്വിറ്റീസ് അല്ലെങ്കിൽ ഓണർഷിപ്പ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്തിട്ട് ഫണ്ട് റൈസ് ചെയ്യാം അല്ലെങ്കിൽ ക്യാപിറ്റൽ റൈസ് ചെയ്യാം. അല്ല, എന്താണ്? ലാർജ് സൈസ് കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സ് ഇഷ്യൂ ചെയ്ത് ഫണ്ട് റൈസ് ചെയ്യുന്നതായിരിക്കും ഈസി എന്ന് പറയുന്നത്. അപ്പൊ അതാണ് പറഞ്ഞേക്കുന്നത്. ഇറ്റ് ഈസ് പ്രാക്ടിക്കലി വെരി ഡിഫിക്കൾട്ട് ഫോർ സ്മോൾ കമ്പനീസ് ടു മൊബിലൈസ് ഫണ്ട് ബൈ ഇഷ്യൂയിങ് ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സ്. ഓക്കെ, സ്മോൾ കൺസേൺ ആണെന്നുണ്ടെങ്കിൽ ആ സ്മോൾ കൺസേൺ അല്ലെങ്കിൽ സ്മോൾ കമ്പനീസിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സ് ഇഷ്യൂ ചെയ്ത് ഫണ്ട് റൈസ് ചെയ്യുക എന്നുള്ളത് ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ഒരു കാര്യം എന്നാണ് പറയുന്നത്. പക്ഷേ സ്മോളും മീഡിയം കമ്പനീസിന് ഓണർഷിപ്പ് സെക്യൂരിറ്റീസ് റൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? പെട്ടെന്ന് തന്നെ ഫണ്ട് റൈസ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് സൈസ് ഓഫ് ബിസിനസ്സിൽ പറയുന്നത്. നെക്സ്റ്റ് പീരിയഡ് ആൻഡ് പർപ്പസ് ഓഫ് ഫിനാൻസിങ്. എന്താണ്? ഫിനാൻസിങ്ങിന്റെ പീരിയഡും പർപ്പസും. ലോങ് ടേം ഫണ്ട് റിക്വയർമെന്റ്സ് ആർ മെറ്റ് ബൈ ഇക്വിറ്റി ക്യാപിറ്റൽ വൈൽ ഫണ്ട് നീഡഡ് ഫോർ മീഡിയം ടൈം പ്രോജക്റ്റ് ആർ യൂഷ്വലി മെറ്റ് ഔട്ട് ഓഫ് ഡെപ്റ്റ് ക്യാപിറ്റൽ. എന്താ പറഞ്ഞിരിക്കുന്നത്? ലോങ് ടേം ഫണ്ട് റിക്വയർമെന്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഏത് ഉപയോഗിക്കുന്നത് നല്ലത്? ഇക്വിറ്റി ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പക്ഷേ മീഡിയം ടൈം പ്രോജക്ട്സ് ആണെന്നുണ്ടെങ്കിൽ അത് ആ ടൈമിൽ ഡെപ്റ്റ് ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ എന്നുള്ളതാണ് പീരിയഡ് ആൻഡ് പർപ്പസ് ഓഫ് ഫിനാൻസിൽ പറയുന്നത്. നെക്സ്റ്റ് ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ഓർ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം ആണ്. ഫിനാൻഷ്യൽ ലിവറേജ് അല്ലെന്നുണ്ടെങ്കിൽ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമുക്ക് ഈ ഫിനാൻസിങ് ഡിസിഷനിൽ തന്നെ വരുന്ന ഒരു ഡിസിഷനാണ് ലിവറേജ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇപ്പൊ ലിവറേജ് അനാലിസിസിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ലിവറേജ് ആണ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ലിവറേജ് അല്ലെങ്കിൽ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ ലിവറേജ് അല്ലെങ്കിൽ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റിയും
ക്യാപിറ്റൽ സ്ട്രക്ചർ ഫ്രെയിം ചെയ്യുമ്പം കൺസിഡർ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. എന്താണ് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് നോക്കാം. ഫിനാൻഷ്യൽ ലിവറേജിൽ പറഞ്ഞേക്കുന്നത് ദ യൂസ് ഓഫ് ലോങ് ടേം ഫിക്സഡ് ഇൻട്രസ്റ്റ് ബിയറിംഗ് ഡെപ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എലോങ് വിത്ത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഈസ് കോൾഡ് ഫിനാൻഷ്യൽ ലിവറേജ് ഓർ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. അപ്പോൾ ഫിനാൻഷ്യൽ ലിവറേജിന്റെ തന്നെ മറ്റൊരു പേരാണ് എന്ന് പറയുന്നത് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഇവിടെ പറഞ്ഞേക്കുന്നത്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന്റെ കൂടെ എന്താണ് ഫിക്സഡ് ഇൻട്രസ്റ്റ് ബിയറിംഗ് ഡെപ്റ്റും പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണെന്ന് പറയുന്നത് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി അല്ലെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്. ഫിക്സഡ് ഇൻട്രസ്റ്റ് ബിയറിംഗ് ഡെപ്റ്റും പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും ഉപയോഗിച്ചുകൊണ്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ റിട്ടേൺ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ റിട്ടേൺ കൂട്ടിയാൽ ആ ഒരു സിറ്റുവേഷനെയാണ് ഫിനാൻഷ്യൽ ലിവറേജ് അല്ലെങ്കിൽ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. അതായത് കൂടുതലായിട്ട് ഡെപ്റ്റ് ക്യാപിറ്റൽ യൂസ് ചെയ്യുന്ന സമയത്ത് അതെന്ത് ചെയ്യും? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ റിട്ടേൺ കൂട്ടും എന്നാണ് പറയുന്നത്. ആ ഒരു ടേമിനാണ് ഫിനാൻഷ്യൽ ലിവറേജ് കൊണ്ട് ഡിനോട്ട് ചെയ്തേക്കുന്നത്. അത് കൂടുതലായിട്ട് ഈ ഫിക്സഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റീസ്, ഫിക്സഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ അവിടെ ഏതൊക്കെ വരും? ഡെപ്റ്റും വരും, അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും വരും. ഫിക്സഡ് ഇൻകം എന്ന് പറയുമ്പോൾ അവിടെ ഫിക്സഡ് ഇൻട്രസ്റ്റും വരുന്നുണ്ട്, ഫിക്സഡ് ഡിവിഡൻഡും വരുന്നുണ്ട് അല്ലെ. അപ്പോൾ ഫിക്സഡ് ഇൻട്രസ്റ്റ് ബിയറിംഗ് ആയിട്ടുള്ള ഡെപ്റ്റും ഫിക്സഡ് ഡിവിഡൻഡ് കൊടുക്കുന്ന പ്രിഫറൻസ് ഷെയറും കൂടെ യൂസ് ചെയ്ത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ റിട്ടേൺ കൂട്ടിക്കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ ആണെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ തന്നെയാണ് എന്നറിയപ്പെടുന്നത് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഡിസിഷൻ റിഗാർഡിംഗ് ടു ദി ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ഹാവ് ഡയറക്റ്റ് ഇമ്പാക്ട് ഓൺ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷനിൽ ഏതിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്നാണ് പറയുന്നത്? ഫിനാൻഷ്യൽ ലിവറേജ് അല്ലെങ്കിൽ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ ലിവറേജ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ടേം ആണ്. അപ്പോൾ ഇവിടെ ഇത്രമാത്രം അറിഞ്ഞിരിക്കുക. എന്താണ് ഫിക്സഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റീസ് യൂസ് ചെയ്തുകൊണ്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് റിട്ടേൺ കൂട്ടിക്കഴിഞ്ഞാൽ അതിനാണെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ലിവറേജ് അല്ലെങ്കിൽ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സ് ആണ് ഇന്റേണൽ ഫാക്ടേഴ്സിൽ വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന എന്താണ്? ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിറ്റർമിനേഷന് സഹായിക്കുന്ന ഫാക്ടേഴ്സ് ആണ് പറയുന്നത്. അതിൽ ഇന്റേണൽ ഫാക്ടേഴ്സ് ആയിട്ട് നമ്മൾ 9 ഫാക്ടേഴ്സ് പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ 9 ഫാക്ടേഴ്സും എന്താണ്? ഒരു ഫേം സ്പെസിഫിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. ആ ഒരു പർട്ടിക്കുലർ ഫേമിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഫാക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതായത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സും എന്ത് ചെയ്യും? ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇത്തരം ഫാക്ടേഴ്സ് എന്താണ്? ഒരു ബിസിനസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു കമ്പനിയെ സംബന്ധിച്ച് എന്ത് ചെയ്യാൻ പറ്റണം എന്നില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റണം എന്നല്ല. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അൺലൈക്ക് ഇന്റേണൽ ഫാക്ടേഴ്സ് ദ ഫേം ഹാസ് നോ കൺട്രോൾ ഓവർ സച്ച് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. എന്താണത്? എൻവയോൺമെന്റ് അല്ലെങ്കിൽ മാർക്കറ്റ് റിലേറ്റഡ് ഫാക്ടേഴ്സ് ആണ്. അപ്പൊ അത് കൺട്രോൾ ചെയ്യാൻ പറ്റണം എന്നില്ല. ഒരു ഫേമിനെ സംബന്ധിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റണം എന്നില്ല. കാരണം എന്താണ്? ഇവ ഫേം സ്പെസിഫിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് അല്ല. അതിൽ എക്സ്റ്റേണൽ ഫാക്ടറിൽ ഫസ്റ്റ് വരുന്ന ഫാക്ടർ ഏതാണ്? ഫിനാൻഷ്യൽ മാർക്കറ്റ് കണ്ടീഷൻ. ഓക്കെ, ഫിനാൻഷ്യൽ മാർക്കറ്റ് കണ്ടീഷൻ. The condition of a financial market, both the primary and secondary market, have a direct influence on capital structure decision of a company. അപ്പോൾ ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷനെ ഏതൊക്കെ അഫക്റ്റ് ചെയ്യും എന്നാ പറഞ്ഞേക്കുന്നത്? അതായത് ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ കണ്ടീഷൻ. ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് എന്ന് പറയുമ്പോൾ അവിടെ പ്രൈമറി മാർക്കറ്റ്സ് ഉണ്ട്, സെക്കൻഡറി മാർക്കറ്റ്സ് ഉണ്ട്. അപ്പോൾ ആ മാർക്കറ്റ് കണ്ടീഷനും ഏതിനെ അഫക്റ്റ് ചെയ്യും? ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു make new issue shares when securities market is down. എന്താണ്? മാർക്കറ്റ് ഡൗൺ ആയിരിക്കുന്ന ഒരു ടൈമിൽ അല്ലെങ്കിൽ ഡിപ്രഷൻ ടൈമിലാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല? പുതിയതായിട്ട് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റില്ല. Therefore, in such a situation, company will compelled to depend on ലോങ് ടേം ലോൺസ് ടു മീറ്റ് ഇറ്റ്സ് ക്യാപിറ്റൽ റിക്വയർമെന്റ്. അപ്പൊ ഇങ്ങനെ മാർക്കറ്റ് ഡൗൺ ആയിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല? പുതിയതായിട്ടുള്ള സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റില്ല. ആ ടൈമിൽ എന്ത് ചെയ്യും? ലോങ് ടേം ലോണിനെയൊക്കെ കമ്പനി എന്ത് ചെയ്യും? ഡിപ്പെൻഡ് ചെയ്യും എന്നാണ് പറയുന്നത്. ബൂം പീരീഡ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഫ്രഷ് ആയിട്ടുള്ള സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഷെയർസ് എന്ത് ചെയ്യാൻ പറ്റും? ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് കണ്ടീഷൻ പറഞ്ഞത്. മാർക്കറ്റിന്റെ കണ്ടീഷൻ, ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ കണ്ടീഷൻ. അവിടെ പ്രൈമറി മാർക്കറ്റ് കണ്ടീഷനും സെക്കൻഡറി മാർക്കറ്റ് കണ്ടീഷനും എന്ത് ചെയ്യുന്നുണ്ട്? കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊരു എക്സ്റ്റേണൽ ഫാക്ടർ ആണ്. ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? കമ്പനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒരു ഫാക്ടർ അല്ല.
നെക്സ്റ്റ് ലീഗൽ റെസ്ട്രിക്ഷൻസ്. ലീഗൽ റെസ്ട്രിക്ഷൻസ് അതായത് RBI സെബിയുടെ ഗൈഡ് ലൈൻസും അതുപോലെ തന്നെ ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, ലീഗൽ റിക്വയർമെന്റ്സ് ഒക്കെ എന്ത് ചെയ്യണം, ക്യാപിറ്റൽ സ്ട്രക്ചർ ഫ്രെയിം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം. പബ്ലിക് ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ് പോസിബിൾ ഓൺലി ആഫ്റ്റർ സാറ്റിസ്ഫൈങ് ദ ലീഗൽ റിക്വയർമെന്റ് ആൻഡ് റെഗുലേഷൻസ്. ലീഗൽ റിക്വയർമെന്റും റെഗുലേഷൻസും ഫുൾഫിൽ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, സെക്യൂരിറ്റീസ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതൊരു എക്സിസ്റ്റിംഗ് കമ്പനിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പെട്ടെന്ന് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ RBIയുടെയും സെബിയുടെയും ഒക്കെ ഗൈഡ് ലൈൻസ് എന്ത് ചെയ്യണം, ആ ഒരു ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അതാണ് ഇവിടെ ലീഗൽ റെസ്ട്രിക്ഷൻസിനകത്ത് പറയുന്നത്. നെക്സ്റ്റ് പറയുന്ന എക്സ്റ്റേണൽ ഫാക്ടർ ആണ് ടാക്സ് ലോസ്. അതായത് ടാക്സ് റേറ്റ് ഹാവ് ഡെഫിനറ്റ് ഇമ്പാക്ട് ഓൺ ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഏത് എഫക്ട് ചെയ്യുന്നുണ്ട്, ടാക്സ് റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് എന്താണ്, ഈ പറയുന്ന ഡെപ്റ്റ് ഫണ്ടിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ടാക്സ് ഡിഡക്റ്റബിൾ ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് ആണെന്ന് പറഞ്ഞു. അതിന് നമ്മൾ ടാക്സ് ഷീൽഡ് എന്നാണ് പറയുന്നത് കേട്ടോ. ആ ഒരു ടേം മറന്നുപോയത്, ടാക്സ് ഷീൽഡ് എന്ന് പറയും. ആ ഒരു ബെനിഫിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഡെപ്റ്റിനെ എന്തെന്ന് പറയും, ചീപ്പർ സോഴ്സ് ഓഫ് ഫിനാൻസ് എന്നും പറഞ്ഞു. അപ്പോൾ ടാക്സ് ലോസിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ടാക്സ് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടാക്സ് റേറ്റ് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ എന്ത് ചെയ്യും, അഫക്റ്റ് ചെയ്യും. അതായത് നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഓരോ സോഴ്സസിന്റെയും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്ന സമയത്ത് ഈ പറയുന്ന ഡിബഞ്ചറിന്റെ കേസിൽ നമ്മൾ ടാക്സ് എന്ത് ചെയ്യും, കുറയ്ക്കും. ടാക്സ് കുറച്ചതിന് ശേഷമേ ആ ഒരു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കമ്പ്യൂട്ട് ചെയ്യത്തുള്ളൂ. അപ്പൊ ടാക്സ് ലോസിനും എന്തുണ്ട്, ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോൾ ഉണ്ടെന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് കോൺഫിഡൻസ് ലെവൽ ഓഫ് ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സിന്റെ കോൺഫിഡൻസ് ലെവൽ, ഓക്കെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻവെസ്റ്റേഴ്സിന്റെ സെന്റിമെന്റ്സോ ഇമോഷൻസോ ഒക്കെ എന്ത് ചെയ്യും, ഈ പറയുന്ന കമ്പനീസിന്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷനെ അഫക്ട് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. ദ കോൺഫിഡൻസ് ലെവൽ ഓഫ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ദ റിസ്ക് ബിയറിംഗ് ആറ്റിറ്റ്യൂഡ് വിൽ റിഫ്ലക്ട് ദി ക്യാപിറ്റൽ സ്ട്രക്ചർ കമ്പനീസ്, റിഫ്ലക്ട് ദി ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് ദി കമ്പനി. അതായത് ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഇൻവെസ്റ്റേഴ്സിന്റെ കോൺഫിഡൻസ് ലെവലും അതുപോലെ തന്നെ അവരുടെ റിസ്ക് ബിയറിംഗ് ആറ്റിറ്റ്യൂഡ് ഒക്കെ എന്ത് ചെയ്യും, എഫക്ട് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. ഇൻവെസ്റ്റേഴ്സ് ഹു ആർ വില്ലിംഗ് ടു അസ്യൂം മോർ റിസ്ക് പ്രിഫർ ഇക്വിറ്റി ഷെയർസ് വൈൽ ദോസ് ഹു ആർ നോട്ട് വില്ലിംഗ് ടു ഷോൾഡർ റിസ്ക് വിൽ തിങ്ക് അബൌട്ട് ഡിബഞ്ചേഴ്സ്. അപ്പൊ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവർ ഇക്വിറ്റി ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാവും. ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവർ ഡെപ്റ്റ് അല്ലെങ്കിൽ ഡിബഞ്ചറിലേക്ക് പോകും, ഓക്കെ, അല്ലെങ്കിൽ ഡിബഞ്ചറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കോൺഫിഡൻസ് ലെവൽ ഓഫ് ഇൻവെസ്റ്റേഴ്സ്. അത് ഇൻവെസ്റ്റേഴ്സിന്റെ റിസ്ക് എടുക്കാനുള്ള ആറ്റിറ്റ്യൂഡ്, അത് എന്തിനെ എഫക്ട് ചെയ്യും, ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷനെ എഫക്ട് ചെയ്യും എന്നാണ് പറയുന്നത്. റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇക്വിറ്റിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ത് ചെയ്യും, ഇക്വിറ്റിയുടെ അളവ് കൂടും. ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഡിബഞ്ചർ ഫണ്ട് ഉപയോഗിക്കും. നെക്സ്റ്റ് ഫ്ലോട്ടേഷൻ കോസ്റ്റ്. ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന കോസ്റ്റിനെയാണ് പറയുന്നത് ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ബ്രോക്കറേജ് കൊടുക്കുന്ന ഫണ്ട്, അതുപോലെ തന്നെ എന്തെങ്കിലും ലീഗൽ റിക്വയർമെന്റ്സിന് വേണ്ടിയിട്ടുള്ള ഫണ്ട്, ഏജൻസി കോസ്റ്റ്, ഇതൊക്കെ എന്ത് ചെയ്യും, ഈ പറയുന്ന അല്ലെങ്കിൽ അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻസ്. അപ്പോൾ ഒരു പുതിയ സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കോസ്റ്റിനെയാണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. വെൻ ഫണ്ട് ആർ മൊബിലൈസ്ഡ് ഫ്രം എക്സ്റ്റേണൽ സോഴ്സസ് ദ കമ്പനി വിൽ ഹാവ് ടു മീറ്റ് ഫ്ലോട്ടേഷൻ കോസ്റ്റ്. അപ്പൊ എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് ഫണ്ട് റൈസ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ട്, ഒരു ബിസിനസ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് എന്തുണ്ട്, ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ടാവുന്നുണ്ട്. നോർമലി ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഈസ് ലെസ് ഇൻ ദ കേസ് ഓഫ് ഡെപ്റ്റ് ക്യാപിറ്റൽ ദാൻ ദി കേസ് ഓഫ് ഇക്വിറ്റി. അപ്പോൾ ഇക്വിറ്റിയെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഡെപ്റ്റിനായിരിക്കും ഏത് കുറവെന്ന് പറയുന്നത്, ഫ്ലോട്ടേഷൻ കോസ്റ്റ് കുറവെന്ന് പറയുന്നത്. അപ്പോൾ ഡെപ്റ്റ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡെപ്റ്റ് ക്യാപിറ്റലിന്റെ കേസിലാണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് കുറവായിട്ടുള്ളത്. അപ്പോൾ അതായത് പറഞ്ഞേക്കാൻ നോർമലി ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഈസ് ലെസ് ദാൻ ഇൻ ദ കേസ് ഓഫ് ഡെപ്റ്റ് ക്യാപിറ്റൽ. ഡെപ്റ്റ് ക്യാപിറ്റലിന്റെ കേസിലാണ് ഏത് കുറവ്, ഫ്ലോട്ടേഷൻ കോസ്റ്റ് കുറവ്. ഓക്കെ, അപ്പോൾ ഫ്ലോട്ടേഷൻ കോസ്റ്റും ഏതിനെ സഹായിക്കുന്നുണ്ട്, ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിറ്റർമിനേഷനെ സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന കോസ്റ്റിനെയാണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഇക്വിറ്റിക്ക് കൂടുതലാണ് ഡെപ്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ എന്താണ്, ഫ്ലോട്ടേഷൻ കോസ്റ്റ് കുറയ്ക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, കൂടുതലായിട്ട് ഡെപ്റ്റ് ഫണ്ടിനെ ആശ്രയിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇക്വിറ്റി ഫണ്ട് യൂസ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്.
അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് പറഞ്ഞത്. രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഇന്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേം സ്പെസിഫിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. പിന്നെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അത് ഒരു മാർക്കറ്റ് എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ജനറൽ ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ അത് ഒരു കമ്പനിയെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ഫേമിനെ സംബന്ധിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഫാക്ടർ അല്ല. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഏതൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ നോക്കിയത്? ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണെന്ന് പറഞ്ഞു, ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞു. ഫീച്ചേഴ്സ് പറഞ്ഞ സമയത്ത് ഫ്രിക്റ്റ് മോഡൽ എന്താണെന്ന് പറഞ്ഞു. ഫ്രിക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, റിസ്ക് ഉണ്ട്, ഇൻകം ഉണ്ട്, കൺട്രോൾ ഉണ്ട്, ടൈമിംഗ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ വരുന്നത് ആണ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നോക്കിയത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചർ, അതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഇന്റേണൽ ഫാക്ടേഴ്സ് എന്നും എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്നും. ഇനി നമ്മൾ ഈ ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഡിറ്റർമൈൻസ് എ റേഷ്യോ ഇൻ വിച്ച് ടോട്ടൽ ലോങ് ടേം ക്യാപിറ്റൽ ഈസ് കോൺട്രിബ്യൂട്ടഡ് ബൈ ഡിഫറെന്റ് സോഴ്സസ്. എന്താണ്? ഡിഫറെന്റ് സോഴ്സ് എന്നുള്ള ലോങ് ടേം ക്യാപിറ്റലിന്റെ ആ ഒരു റേഷ്യോയെ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്തെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്കറിയാം എന്താണ് ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? കോമ്പിനേഷൻ ഓഫ് ലോങ് ടേം സോഴ്സസ് ഓഫ് ഫണ്ട് ആണ് അല്ലെ. നമ്മൾ ആദ്യം തന്നെ ആ ഒരു മീനിങ് പറഞ്ഞതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ റേഷ്യോ ഓഫ് ലോങ് ടേം സോഴ്സസ് ഓഫ് ഫണ്ട് ആണ്. അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് മേക്ക് ഡിബഞ്ചർ അട്രാക്റ്റീവ് ടു ഇൻവെസ്റ്റേഴ്സ്? ഇൻവെസ്റ്റേഴ്സിന് ഡിബഞ്ചർ എന്ന് പറഞ്ഞ ഫണ്ട് അട്രാക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഡിബഞ്ചർ എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ് അട്രാക്ട് ചെയ്യാനുള്ള ഫാക്ടർ ഏതെന്നാ ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ, ദേ എൻജോയ് എ ഹൈ order of priority in the event of liquidation. Option B, stable rate of return. Option C, low risk. Option D, all of the above. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ചോദിച്ചേക്കുന്നത്? ഡിബഞ്ചർ എന്ന് പറഞ്ഞ സോഴ്സ് ഓഫ് ഫണ്ട് യൂസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ കാരണമായിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചേക്കുന്നത്. ഒന്നാമത്തെ എന്താണ് പറഞ്ഞേക്കുന്നത്? ദേ എൻജോയ് എ ഹൈ ഓർഡർ ഓഫ് പ്രയോറിറ്റി ഇൻ ദ ഇവന്റ് ഓഫ് ലിക്വിഡേഷൻ. ഓപ്ഷൻ ബി, സ്റ്റേബിൾ റേറ്റ് ഓഫ് റിട്ടേൺ. ഓപ്ഷൻ സി, ലോ റിസ്ക്. ഡി, ഓൾ ഓഫ് ദി എബോ. അപ്പൊ നമുക്കറിയാം ഇവിടെ എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓൾ ഓഫ് ദി എബോ ആണ് ആൻസർ. കാരണം എന്താണ്? ഈ പറയുന്ന ലിക്വിഡിറ്റി സമയത്ത് അല്ലെങ്കിൽ കമ്പനിയുടെ വൈൻഡിങ് അപ്പ് ടൈമിൽ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്ന ആരെയായിരിക്കും? ഡിബഞ്ചർ ഹോൾഡേഴ്സിനെ ആയിരിക്കും. അവരുടെ ടോട്ടൽ എമൗണ്ട് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് ആയിരിക്കും ഫസ്റ്റ് റീപേ ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ്? സ്റ്റേബിൾ റേറ്റ് ഓഫ് റിട്ടേൺ, അതായത് എന്താണ്? ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത്. നെക്സ്റ്റ്, ലോ റിസ്ക് എന്ന് പറയുന്നത് എന്താണ്? കുറവാണ് ഡിബഞ്ചർ ഹോൾഡേഴ്സ്. അതായത് ഇക്വിറ്റി ഷെയർസിനെ നോക്കുമ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിന്റെ റിസ്ക് എന്താണ്? ലോ റിസ്ക് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓൾ ഓഫ് ദി എബോ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് ആൻ അപ്രോപ്രിയേറ്റ് മിക്സ് ഓഫ് ഡാഷ്. ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്തിന്റെയൊക്കെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മിക്സ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ എന്താണ്? ഫിക്സഡ് അസറ്റ് ആൻഡ് കറണ്ട് അസറ്റ്. ഓപ്ഷൻ ബി, ലോങ് ടേം ഡെപ്റ്റ് ആൻഡ് ഫിക്സഡ് അസറ്റ്. ഓപ്ഷൻ സി, ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ഡെപ്റ്റ്. ഓപ്ഷൻ ഡി, ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി. അപ്പൊ നമുക്കറിയാം ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബെസ്റ്റ് കോമ്പോസിഷൻ ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ആണെന്ന് പറയുന്നത് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആ ഒരു ബെസ്റ്റ് കോമ്പോസിഷൻ എന്ത് ചെയ്യണം? ഒരു ഫേമിന്റെ വാല്യൂ എൻഹാൻസ് ചെയ്യുകയും ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയ്ക്കുകയും വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി, ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് ഡിറ്റർമിൻഡ് ബൈ ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ. ഒന്നാമത്തെ എലമെന്റ് ഫിനാൻഷ്യൽ ലിവറേജ്, രണ്ടാമത്തത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, മൂന്നാമത്തത് വാല്യൂ ഓഫ് ദി ഫേം. അതായത് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിറ്റർമിൻ ചെയ്യുമ്പം കൺസിഡർ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് ഡിറ്റർമിനിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ അതിൽ ഫിനാൻഷ്യൽ ലിവറേജ് പറഞ്ഞു, ഫിനാൻഷ്യൽ ലിവറേജ് അല്ലെങ്കിൽ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി പറഞ്ഞു, അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പറഞ്ഞു. പിന്നെ ഈ പറയുന്ന ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? ഫേമിന്റെ വാല്യൂ എന്ത് ചെയ്യുക? മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മിനിമൈസ് ചെയ്യുക എന്നുള്ളതുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മൂന്ന് ഫാക്ടേഴ്സും എന്താണ്? ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിറ്റർമിൻ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓൾ ഓഫ് ദി എബോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഓൾ ഓഫ് ദി എബോ.
Next question, the capital structure which maximize the value of the firm is called dash capital structure. Okay, ഫേമിന്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യുന്ന ക്യാപിറ്റൽ സ്ട്രക്ചറിനെ എന്ത് പറയുന്ന ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ മാക്സിമം, ഓപ്ഷൻ ബി മിനിമം, ഓപ്ഷൻ സി ഒപ്റ്റിമം, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. നമ്മൾ പറഞ്ഞതാണ് ഒരു ഫേമിന്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യുകയും ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയ്ക്കുകയും ചെയ്യുന്ന ആ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിനെ എന്താ പറയുന്നത്, ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നാ പറയുന്നത് അല്ലേ. അപ്പോൾ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ബെസ്റ്റ് കോമ്പോസിഷൻ ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി അല്ലെങ്കിൽ ബെസ്റ്റ് കോമ്പോസിഷൻ ഓഫ് ലോങ് ടേം സോഴ്സസ് ഓഫ് ഫണ്ട് വിച്ച് എൻഹാൻസസ് അല്ലെങ്കിൽ വിച്ച് ഇൻക്രീസസ് ദ വാല്യൂ ഓഫ് ദ ഫേം ആൻഡ് minimize the overall cost of capital is called optimum capital structure. ഇപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്, ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്, ഒപ്റ്റിമം ആണ് ആൻസർ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സോഴ്സ് ഓഫ് ഷോർട്ട് ടേം ഫിനാൻസ് ഫോർ ബിസിനസ്. ഓക്കെ, എന്താണ് ഈ പറയുന്നതിൽ ഏതാണ് ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് അല്ലാത്തതെന്നാ ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് ഉണ്ട്, ലോങ് ടേം സോഴ്സസ് ഓഫ് ഫിനാൻസ് ഉണ്ട്, മീഡിയം സോഴ്സസ് ഓഫ് ഫിനാൻസ് ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു ഏരിയ ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഷോർട്ട് ടേം സോഴ്സ് അല്ലാത്തതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്, കൊമേഴ്സ്യൽ ബാങ്ക്സ്, ഓപ്ഷൻ ബി റിട്ടേൺഡ് ഏർണിങ്സ്, ഓപ്ഷൻ സി പബ്ലിക് ഡെപ്പോസിറ്റ്സ്, ഓപ്ഷൻ ഡി ട്രേഡ് ക്രെഡിറ്റ്സ്. അപ്പൊ നമുക്കറിയാം ഇവിടെ ഷോർട്ട് ടേം സോഴ്സസ് ഓഫ് ഫിനാൻസ് അല്ലാത്തത് ഏതാണ്, ഓപ്ഷൻ ബി ആണ്, റിട്ടേൺഡ് ഏർണിങ്സ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിട്ടേൺഡ് ഏർണിംഗ് ഈസ് എ ഓപ്ഷൻ എ ലയബിലിറ്റി ടു ദി മാനേജ്മെന്റ്, ഓപ്ഷൻ ബി ലയബിലിറ്റി ടു ദി കമ്പനി, ഓപ്ഷൻ സി അസറ്റ് ടു ദി കമ്പനി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അപ്പൊ റിട്ടേൺഡ് ഏർണിംഗ്സ് എന്തെന്നാ ചോദിച്ചേക്കുന്നത്. റിട്ടേൺഡ് ഏർണിംഗ്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ബാലൻസ് ഷീറ്റ് വരയ്ക്കുമ്പോൾ ലയബിലിറ്റി സൈഡിൽ കാണിക്കുന്ന ഒരു ഐറ്റം ആണ് എന്ന് പറയുന്നത് റിട്ടേൺഡ് ഏർണിംഗ്സ് എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ സോഴ്സസ് ഓഫ് ക്യാപിറ്റൽ ആണ്, ക്യാപിറ്റലിന്റെ ഒരു സോഴ്സ് ആണ് എന്ന് പറയുന്നത് റിട്ടേൺഡ് ഏർണിംഗ്സ് എന്ന് പറയുന്നത്. റിട്ടേൺഡ് ഏർണിംഗ്സിന്റെ മറ്റൊരു പേരാണ് പ്ലഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് എന്നൊക്കെ പറയും. അപ്പൊ ഈ ഒരു ഏർണിങ്സ് എന്താ ചെയ്യുന്നത്, ഒരു കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാവുമ്പോൾ ആ പ്രോഫിറ്റിന്റെ പോർഷൻ ഫുള്ളായിട്ട് ഡിവിഡൻഡ് ആയിട്ട് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാതെ കുറച്ച് പോർഷൻ എന്ത് ചെയ്യും, കമ്പനിയിൽ തന്നെ റീറ്റെയിൻ ചെയ്യും. അതിനെയാണ് റിട്ടേൺഡ് ഏർണിങ്സ് അല്ലെങ്കിൽ പ്ലഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്തിനാണ് റിട്ടേൺഡ് ഏർണിങ്സ് ഉപയോഗിക്കുന്നത്, കമ്പനിയുടെ ഫ്യൂച്ചറിലുള്ള മോഡേണൈസേഷനോ അല്ലെങ്കിൽ എക്സ്പാൻഷനോ ഒക്കെ വേണ്ടിയിട്ടായിരിക്കും ഈ റിട്ടേൺഡ് ഏർണിങ്സ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ റിട്ടേൺഡ് ഏർണിങ്സ് എന്ന് പറയുന്നത് എന്താണ്, കമ്പനിയെ സംബന്ധിച്ച് ലയബിലിറ്റി ആണ്, അതായത് ലയബിലിറ്റി ടു ദ കമ്പനിയാണ് എന്ന് പറയുന്നത് റിട്ടേൺഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്, ഓപ്ഷൻ ബി ആണ്, ലയബിലിറ്റി ടു ദ കമ്പനി. Next question, which decision of the finance manager determines the overall cost of capital and the financial risk of the enterprises? ഓക്കെ, എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഈ പറയുന്ന ഏത് ഡിസിഷൻ ആണ് ഫിനാൻഷ്യൽ മാനേജർ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ഫിനാൻഷ്യൽ റിസ്ക്കും ഡിറ്റർമൈൻ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ എ എന്താണ്, ഡിവിഡൻഡ് ഡിസിഷൻ, ഓപ്ഷൻ ബി ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഓപ്ഷൻ സി ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ ആൻഡ് ഓപ്ഷൻ ഡി ഫിനാൻസിംഗ് ഡിസിഷൻ. അപ്പൊ ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും അതായത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ റിസ്ക്കും ഏത് ഡിസിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന്. അപ്പൊ നമ്മളിപ്പോൾ ഏത് ഡിസിഷനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഫിനാൻസിംഗ് ഡിസിഷനാണ് പഠിക്കുന്നത് അല്ലേ. ഫിനാൻസിംഗ് ഡിസിഷനകത്താണ് നമ്മൾ ഏതൊക്കെ പഠിക്കുന്നത്, ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലിവറേജ് അനാലിസിസ്. അപ്പോൾ ഏത് ഡിസിഷനിലാണ് വരുന്നത്, ഫിനാൻസിംഗ് ഡിസിഷനിലാണ് ഈ പറയുന്ന ആസ്പെക്ട് വരുന്നത്. ഓക്കെ, ഏത് ഫണ്ട് റൈസ് ചെയ്യണം, അതുപോലെ തന്നെ ഫണ്ടിന്റെ കോസ്റ്റ് എത്രയാണ്, അതൊക്കെയാണ് ഈ പറയുന്ന ഫിനാൻസിംഗ് ഡിസിഷനിൽ നമ്മൾ നോക്കുന്നത്. ഡിവിഡൻഡ് ഡിസിഷനിൽ കിട്ടുന്ന പ്രോഫിറ്റിൽ എത്ര പോർഷൻ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കണം, എത്ര പോർഷൻ ബിസിനസ്സിൽ തന്നെ റിട്ടേൺഡ് ഏർണിങ്സ് ആയിട്ട് സൂക്ഷിക്കണം, അതാണ് ഡിവിഡൻഡ് ഡിസിഷന് നോക്കുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷന് തന്നെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്നും ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്നും തിരിക്കും അല്ലേ. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആണെന്ന് പറയുന്നത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എന്ന് പറയുന്നത്. അത് ലോങ് ടേം അസറ്റിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ. ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയും വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഡിസിഷൻസ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ വരുന്ന ഡിസിഷൻസ്. അതിൽ ഫിനാൻസിംഗ് ഡിസിഷനിലാണ് ഏത് വരുന്നത്, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അതുപോലെ തന്നെ ഫിനാൻഷ്യൽ റിസ്ക് വരുന്നത്. അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്, ഫിനാൻസിംഗ് ഡിസിഷൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Next, the term capital structure refers to capital structure. The term capital structure എന്തെന്നാ ചോദിച്ചേക്കുന്നത്, ഓപ്ഷൻ എ ലോങ് ടേം ഡെപ്റ്റ്, പ്രിഫറൻസ് ഷെയർസ് ആൻഡ് ഇക്വിറ്റി ഷെയർസ്, ഓപ്ഷൻ ബി ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ലൈബിലിറ്റീസ്,
ഓപ്ഷൻ സി ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി, ഓപ്ഷൻ ഡി ടോട്ടൽ അസെറ്റ് മൈനസ് ലയബിലിറ്റി. അപ്പൊ നമുക്കറിയാം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഡെപ്റ്റ് ഇക്വിറ്റി കോമ്പോസിഷൻ ആണ് വരുന്നത്. ഡെപ്റ്റ് ഇക്വിറ്റി എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? ഡെപ്റ്റ് ഫണ്ടിൽ ഏതൊക്കെ വരും? ഈ പറയുന്ന ലോങ് ടേം ഡെപ്റ്റുകൾ എല്ലാം വരും. പിന്നെ അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർസ് വരും, പിന്നെ ഇക്വിറ്റി ഷെയർസ് വരും. അപ്പൊ ലോങ് ടേം സോഴ്സസ് ഓഫ് ഫണ്ടിന്റെ കോമ്പോസിഷൻ അല്ലെങ്കിൽ ആ ഒരു മിക്സിനെയാണെന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ലോങ് ടേം ഡെപ്റ്റ്, പ്രിഫറൻസ് ഷെയർസ് ആൻഡ് ഇക്വിറ്റി ഷെയർസ്. അപ്പൊ ഇത് മൂന്നും എന്താണ്? ലോങ് ടേം സോഴ്സസ് ഓഫ് ഫിനാൻസ് ആണ്. അപ്പൊ ഇതാണ് ഏതിൽ വരുന്നത്? ക്യാപിറ്റൽ സ്ട്രക്ചറിൽ വരുന്നത്. നെക്സ്റ്റ്, മേക്കപ്പ് ഓഫ് ക്യാപിറ്റലൈസേഷൻ റെഫേഴ്സ് ടു. ക്യാപിറ്റലൈസേഷൻ അതായത് മേക്കപ്പ് ഓഫ് ക്യാപിറ്റലൈസേഷനെ എന്ത് പറയുന്ന ചോദിച്ചേക്കുന്നത്? ഓപ്ഷൻ എ ഫിനാൻഷ്യൽ പ്ലാൻ, ഓപ്ഷൻ ബി ഫിനാൻസിംഗ് ഡിസിഷൻ, ഓപ്ഷൻ സി ROI അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, ഓപ്ഷൻ ഡി ക്യാപിറ്റൽ സ്ട്രക്ചർ. ഓക്കെ, എന്താണ് ക്യാപിറ്റലൈസേഷൻ? എന്താണെന്ന് ഞാൻ പറഞ്ഞു. ക്യാപിറ്റലൈസേഷൻ എന്താണ്? ടോട്ടൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റിനെയാണെന്ന് പറയുന്നത് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഒരു കമ്പനിയെ സംബന്ധിച്ച് ടോട്ടൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റലിനെയാണെന്ന് പറയുന്നത് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ക്യാപിറ്റലൈസേഷൻ മേക്ക് ചെയ്യുന്നതിന് ഡിഫറെന്റ് സോഴ്സസ് ഓഫ് ഫണ്ട് എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ ഡിഫറെന്റ് ലോങ് ടേം സോഴ്സസ് ഓഫ് ഫണ്ടിന്റെ മിക്സ് യൂസ് ചെയ്യുന്നു. അതിനെയാണെന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ മേക്കപ്പ് ഓഫ് ക്യാപിറ്റലൈസേഷൻ റെഫേഴ്സ് ടു എന്താണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ് ആൻസർ. ദ ടേം ക്യാപിറ്റലൈസേഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത്, അതായത് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്ന ടേം എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ സോൾ പ്രൊപ്രൈറ്റർ, ഓപ്ഷൻ ബി പാർട്ണർഷിപ്പ്, ഓപ്ഷൻ സി കമ്പനി, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോ. നമ്മൾ ക്യാപിറ്റലൈസേഷൻ എന്തെന്ന് നോക്കിയതായിരുന്നു. ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഇൻ എ കമ്പനി ആണെന്ന് പറയുന്നത് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതെന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട് ആണെന്ന് ഞാൻ പറഞ്ഞു. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ കമ്പനിയുടെ ടോട്ടൽ എമൗണ്ടിനെയാണെന്ന് പറയുന്നത് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആൻസർ ഏതായിരിക്കും വരുന്നത്? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്, കമ്പനി. അതായത് കമ്പനിയുടെ ടോട്ടൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റലിനെയാണെന്ന് പറയുന്നത് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോമ്പിനേഷൻ ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ദാറ്റ് ലെൻസ് ടു മാക്സിമൈസേഷൻ ഓഫ് ദി വാല്യൂ ഓഫ് ദ ഫേം ഈസ് നോൺ ആസ്. ഓക്കെ, എന്താണ്? ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റിയുടെ കോമ്പിനേഷൻ അതെന്ത് ചെയ്യുന്നു? ഫേമിന്റെ വാല്യൂ എന്ത് ചെയ്യുന്നു? മാക്സിമൈസ് ചെയ്യുന്നു. ആ ഒരു കോമ്പിനേഷനെ എന്ത് പറയുന്ന ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ എന്താ പറയുന്നത്? വെൽത്ത് മാക്സിമൈസേഷൻ, ഓപ്ഷൻ ബി ഫിനാൻഷ്യൽ ലിവറേജ്, ഓപ്ഷൻ സി ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഓപ്ഷൻ ഡി ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പൊ നമുക്കറിയാം എന്താണ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചറിലാണ് നമ്മൾ പറഞ്ഞത് ബെസ്റ്റ് മിക്സ് അല്ലെങ്കിൽ ബെസ്റ്റ് കോമ്പോസിഷൻ ഓഫ് അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി എന്ന് പറഞ്ഞത്. അതെന്ത് ചെയ്യുന്നു? ഫേമിന്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യുകയും ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മിനിമൈസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് എ കമ്പനി? ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നാ ചോദിക്കുന്നത്. ഓപ്ഷൻ എ ദ കോമ്പിനേഷൻ ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ദാറ്റ് എ കമ്പനി യൂസസ് ടു ഫിനാൻസ് ഇറ്റ്സ് ഓപ്പറേഷൻ, ഓപ്ഷൻ ബി ദ ടോട്ടൽ എമൗണ്ട് ഓഫ് അസറ്റ് a company has, option C the total amount of liabilities a company has, option D the net worth of a company. Okay, ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? the combination of debt and equity ആണ് അല്ലേ. അപ്പൊ അതിനെയാണ് ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മിക്സ് ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി അല്ലെങ്കിൽ മിക്സ് ഓഫ് ലോങ് ടേം സോഴ്സസ് ഓഫ് ഫണ്ടിനെയാണെന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. the combination of debt and equity that കമ്പനി യൂസസ് ടു ഫിനാൻസ് ഇറ്റ്സ് ഓപ്പറേഷൻ. എന്താണ്? ഒരു കമ്പനി അവരുടെ ഓപ്പറേഷൻസ് ഫിനാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റിയുടെ കോമ്പിനേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മിക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണെന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ, ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചർ, ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. ഇത്രയും ഏരിയയിൽ നിന്നിട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാം ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞ ടേം എന്ത് ചെയ്തിട്ടുണ്ട്? റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഏത് സോഴ്സ് ഓഫ് ഫണ്ടാണ് വരുന്നത്, അതായത് ലോങ് ടേം സോഴ്സസ് ഓഫ് ഫണ്ട്, അതിന്റെ കോമ്പിനേഷൻ എങ്ങനെയാണെന്നുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കേണ്ടത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ്. ആ ഫാക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസും എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ഏരിയയിൽ നിന്നിട്ട് ചോദിച്ചിട്ടുണ്ട്.
നെക്സ്റ്റ് പ്രധാനപ്പെട്ട MCQs നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ മാനേജ്മെന്റ്? ക്യാപിറ്റൽ സ്ട്രക്ചർ മാനേജ്മെന്റിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്തെന്നാ ചോദിക്കുന്നത്. ഓപ്ഷൻ എ, ടു മിനിമൈസ് the cost of capital. Option B, to maximize a company's revenue. Option C, to increase the number of shares outstanding. Option D, to reduce tax payment. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ നമുക്കറിയാം എന്താണ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? കമ്പനിയുടെ വാല്യൂ കൂട്ടുകയും വേണം, അതുപോലെ തന്നെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയ്ക്കുകയും വേണം അല്ലേ. ഇപ്പൊ ഇവിടെ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഒന്നാമത്തത് ടു മിനിമൈസ് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ത് ചെയ്യുക? മിനിമൈസ് ചെയ്യുക. രണ്ടെന്താണ്? ടു മാക്സിമൈസ് ദ കമ്പനീസ് റവന്യൂ. ഓപ്ഷൻ സി, ടു ഇൻക്രീസ് ദ നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ്. ഓപ്ഷൻ ഡി, ടു റെഡ്യൂസ് ടാക്സ് പേയ്മെന്റ്. അപ്പൊ ക്യാപിറ്റൽ സ്ട്രക്ചർ മാനേജ്മെന്റ് പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ത് ചെയ്യുക? മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്, ടു മിനിമൈസ് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ക്യാപിറ്റൽ സ്ട്രക്ചർ? ക്യാപിറ്റൽ സ്ട്രക്ചർ എന്തെന്നാ ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ, ദ മിക്സ് ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ഫിനാൻസിംഗ് യൂസ്ഡ് ബൈ എ കമ്പനി. ഓപ്ഷൻ ബി, ദ ടോട്ടൽ എമൗണ്ട് ഓഫ് അസറ്റ്സ് ഓൺഡ് ബൈ എ കമ്പനി. ഓപ്ഷൻ സി, ദ റേഷ്യോ ഓഫ് കറണ്ട് ലയബിലിറ്റീസ് ടു കറണ്ട് അസറ്റ്സ്. ഓപ്ഷൻ ഡി, ദ പ്രൊപ്പോർഷൻ ഓഫ് ലോങ് ടേം അസറ്റ് ടു ഷോർട്ട് ടേം അസറ്റ്സ്. ഓക്കെ, ഇപ്പൊ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ക്യാപിറ്റൽ സ്ട്രക്ചർ എന്തെന്നാ ചോദിച്ചേക്കുന്നത്. ക്യാപിറ്റൽ സ്ട്രക്ചർ നമുക്ക് അറിയാം എന്താണ്? കോമ്പിനേഷൻ ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി അല്ലെങ്കിൽ മിക്സ് ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ആണ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്, ദ മിക്സ് ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി. മിക്സ് ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ഫിനാൻസിംഗ് യൂസ്ഡ് ബൈ എ കമ്പനി, അതിനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following factor is not typically considered when determining a company's capital structure? കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിറ്റർമിനേഷന് കൺസിഡർ ചെയ്യാത്തൊരു ഫാക്ടർ എന്നാ ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ, ബിസിനസ് റിസ്ക്. ഓപ്ഷൻ ബി, ടാക്സ് കൺസിഡറേഷൻ. ഓപ്ഷൻ സി, ദ മാർക്കറ്റ് കണ്ടീഷൻ. ഓപ്ഷൻ ഡി, ദ പ്രൈസ് ഓഫ് ദി കമ്പനി സ്റ്റോക്ക്. അപ്പൊ നോർമലി കൺസിഡർ ചെയ്യാത്തൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്, ദ പ്രൈസ് ഓഫ് ദി കമ്പനി സ്റ്റോക്ക്. ബാക്കി എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഫാക്ടേഴ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അഡ്വാൻറ്റേജ് ഓഫ് യൂസിംഗ് ഡെപ്റ്റ് ഇൻ കമ്പനീസ് ക്യാപിറ്റൽ സ്ട്രക്ചർ? ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെപ്റ്റ് ഉപയോഗിക്കുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് എന്താണെന്നാ ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ, ഡെപ്റ്റ് പ്രൊവൈഡ്സ് ടാക്സ് അഡ്വാൻറ്റേജസ് ടു ഇൻട്രസ്റ്റ് ഡിഡക്ഷൻ. Option D, debt is cheaper than equity because it does not require voting right. Option C, debt increases the risk of financial distress. Option D, debt does not require payment. Okay, നമുക്കറിയാം എന്താണ് ഡിബഞ്ചറിന്റെ അല്ലെങ്കിൽ ഡെപ്റ്റിന്റെ എന്താണ് അഡ്വാൻറ്റേജ് എന്താന്നാ ചോദിച്ചേക്കുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞതാണ് ഡെപ്റ്റിന് കൊടുക്കുന്ന ഫിക്സഡ് ഇൻട്രസ്റ്റ് ചാർജ് എന്ന് പറയുന്നത് എന്താണ്? ടാക്സ് ഡിഡക്റ്റബിൾ എക്സ്പെൻസ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ടാക്സ് അഡ്വാൻറ്റേജ് കിട്ടും ഏതിന്? ഈ പറയുന്ന ഡെപ്റ്റിന്റെ റിട്ടേണിന്. അതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ എന്താണ്? ഡെപ്റ്റ് പ്രൊവൈഡ്സ് ടാക്സ് അഡ്വാൻറ്റേജസ് ഡ്യൂ ടു ഇൻട്രസ്റ്റ് റിഡക്ഷൻ. ഇൻട്രസ്റ്റ് റിഡക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ടാക്സ് അഡ്വാൻറ്റേജ് ഏതിന്റെ കേസിൽ കിട്ടുന്നുണ്ട്? ഡെപ്റ്റിന്റെ കേസിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, അതിനെയാണ് നമ്മൾ ടാക്സ് ഷീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള ടേമിൽ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഡെപ്റ്റിന്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഡെപ്റ്റ് ഇൻ ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് ട്രൂ? എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡെപ്റ്റ് എന്ന് പറയുന്ന ടേമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ സ്റ്റേറ്റ്മെന്റ് എന്നാ ചോദിക്കുന്നത്. ഓപ്ഷൻ എ, ഡെപ്റ്റ് ഇൻക്രീസസ് ദ ഫിനാൻഷ്യൽ റിസ്ക് ഓഫ് ദ കമ്പനി. ഡെപ്റ്റ് ഡിക്രീസസ് ദ കമ്പനീസ് ഫിനാൻഷ്യൽ റിസ്ക്. ഓപ്ഷൻ സി, ഡെപ്റ്റ് ഹാസ് നോ ഇമ്പാക്ട് ഓൺ ഫിനാൻഷ്യൽ റിസ്ക്. ഓപ്ഷൻ ഡി, ഡെപ്റ്റ് ഈസ് എ ഫോം ഓഫ് ഇക്വിറ്റി. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാ ചോദിച്ചേക്കുന്നത്. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെപ്റ്റ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് കൂടുതലായിരിക്കും? ഫിനാൻഷ്യൽ റിസ്ക് കൂടുതലായിരിക്കും. ഓക്കെ, ഫിനാൻഷ്യൽ റിസ്ക് കൂടുതലായിരിക്കും. കാര്യം എന്താണ്? അത് കൂടുതലായിട്ട് ഡെപ്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു ഫിക്സഡ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആയിരിക്കും ആർക്ക് പോകുന്നത്? ഡെപ്റ്റിന് പോകുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അതെന്താണ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ റിസ്ക് കൂടാനായിട്ട് കാരണമാവും. ഫിനാൻഷ്യൽ റിസ്ക് കൂടിക്കഴിഞ്ഞാൽ അത് കമ്പനിയുടെ സോൾവൻസിയെയും എഫക്ട് ചെയ്യും.
നെക്സ്റ്റ് എന്താ പറഞ്ഞത്, ഡെപ്റ്റ് ഡിക്രീസസ് ദ കമ്പനീസ് ഫിനാൻഷ്യൽ റിസ്ക്. ഓക്കെ, അതെന്താണ്, റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റ് എന്താണ്, ഡെപ്റ്റ് ഹാസ് നോ ഇമ്പാക്ട് ഓൺ ഫിനാൻഷ്യൽ റിസ്ക്. ഫിനാൻഷ്യൽ റിസ്കിൽ ഇമ്പാക്ട് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ്, ഡെപ്റ്റ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഫിനാൻഷ്യൽ റിസ്ക് എന്ത് ചെയ്യും, കൂടും എന്ന് പറഞ്ഞു. നെക്സ്റ്റ്, ഡെപ്റ്റ് ഈസ് എ ഫോം ഓഫ് ഇക്വിറ്റി. ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോം ഓഫ് ഇക്വിറ്റി ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ് വരുന്നത്. ഡെപ്റ്റ് ഇൻക്രീസസ് ദ ഫിനാൻഷ്യൽ റിസ്ക് ഓഫ് ദി കമ്പനി. അപ്പൊ ഈ ഡെപ്റ്റ് ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്ട്രക്ചറിൽ യൂസ് ചെയ്യുമ്പം അവിടെ പ്രധാനമായിട്ടും 2 ടൈപ്പ് ഓഫ് റിസ്ക് വരുന്നുണ്ട്. ഒന്നെന്ന് പറഞ്ഞത് ഈ ഫിനാൻഷ്യൽ റിസ്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡെപ്റ്റ് യൂസ് ചെയ്യാതിരിക്കുമ്പം നോൺ എംപ്ലോയ്മെന്റ് ഓഫ് ഡെപ്റ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നുണ്ട്. നോൺ എംപ്ലോയ്മെന്റ് ഓഫ് ഡെപ്റ്റ് ക്യാപിറ്റൽ. ഇത് രണ്ടെണ്ണം ഏതിന്റെ കേസിൽ വരുന്നുണ്ട്, ഡെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ടാകുന്ന റിസ്കുകളാണ്. ഫിനാൻഷ്യൽ റിസ്ക്, അതുപോലെ തന്നെ നോൺ എംപ്ലോയ്മെന്റ് ഓഫ് ഡെപ്റ്റ് ക്യാപിറ്റൽ. ഓക്കെ, ഈ 2 റിസ്ക്കും ഉണ്ടാവുന്നുണ്ട്. അതിൽ ഫിനാൻഷ്യൽ റിസ്ക് നമുക്കറിയാം, കമ്പനിയിൽ ഒരു പരിധിയിൽ കൂടുതൽ ഡെപ്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് അത് എന്തെങ്കിലും കമ്പനിയുടെ സോൾവൻസി പൊസിഷനെ അഫക്റ്റ് ചെയ്യാം. നോൺ എംപ്ലോയ്മെന്റ് ഓഫ് ഡെപ്റ്റ് ക്യാപിറ്റലിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എംപ്ലോയ്മെന്റ് ഓഫ് ഡെപ്റ്റ് ക്യാപിറ്റൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ കമ്പനിക്ക് ടാക്സ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ടാക്സ് ഡിഡക്ഷൻ കിട്ടും, അല്ലെങ്കിൽ ടാക്സ് അഡ്വാൻറ്റേജ് കിട്ടും എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പരിധിയിൽ കൂടുതൽ ഉപയോഗിക്കാനും പാടില്ല, അതുപോലെ തന്നെ എന്താണ്, തീരെ ഉപയോഗിക്കാതിരിക്കാനും പാടില്ല. അപ്പോൾ ഒരു ആഡിക്വേറ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഡെപ്റ്റ് എന്ത് ചെയ്യണം, ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ യൂസ് ചെയ്യണം. അപ്പൊ ഇവിടെ ആൻസർ ഏതാണ് വരുന്നത്, ഓപ്ഷൻ എ ആണ് വരുന്നത്. ഡെപ്റ്റ് ഇൻക്രീസസ് ദ ഫിനാൻഷ്യൽ റിസ്ക് ഓഫ് ദി കമ്പനി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഫിനാൻഷ്യൽ സ്ട്രക്ചർ ഈസ് കറക്റ്റ്? ഫിനാൻഷ്യൽ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ചോദിച്ചേ. ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അറിയാം എന്താണ് ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ബ്രോഡർ കോൺസെപ്റ്റ് ആണ്. ആ ഒരു ബ്രോഡർ കോൺസെപ്റ്റിനകത്ത്, ആ ഒരു മിക്സിനകത്ത് ലോങ് ടേം സോഴ്സസ് ഓഫ് ഫണ്ടും ഷോർട്ട് ടേം സോഴ്സസ് ഓഫ് ഫണ്ടും മീഡിയം സോഴ്സസ് ഓഫ് ഫണ്ടും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഫിനാൻഷ്യൽ സ്ട്രക്ചറിനകത്ത് എന്താണ് ഇവിടെ ഓപ്ഷൻ എന്താ തന്നേക്കുന്നത്? ഒന്നാമത്തെ ഓപ്ഷൻ, ഇറ്റ് റെഫേഴ്സ് ഓൺലി ടു ലോങ് ടേം ഡെപ്റ്റ് ഫിനാൻസിങ്. ലോങ് ടേം ഡെപ്റ്റ് ഫിനാൻസിങ് മാത്രമേ വരുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. രണ്ടാമത്തിൽ എന്താ പറഞ്ഞേക്കുന്നത്? ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് ഷോർട്ട് ടേം, ലോങ് ടേം ആൻഡ് എലോങ് വിത്ത് ഇക്വിറ്റി. എന്താണ്, ലോങ് ടേമും ഷോർട്ട് ടേമും ഡെപ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഏതിന്റെ കൂടെ? ഇക്വിറ്റിയുടെ കൂടെ. മൂന്നാമത്തെ എന്താ പറയുന്നത്? ഇറ്റ് എക്സ്ക്ലൂഡ് ഇക്വിറ്റി ഫിനാൻസിങ്. ഇക്വിറ്റി ഫിനാൻസിനെ എക്സ്ക്ലൂഡ് ചെയ്യുന്നു എന്ന് പറയുന്നു. ലാസ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്? ഇറ്റ് ഓൺലി ഇൻക്ലൂഡ്സ് ദി കമ്പനീസ് ഇക്വിറ്റി. അപ്പൊ ഇവിടെ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അവിടെ ലോങ് ടേം, ഷോർട്ട് ടേം, അതുപോലെ മീഡിയം ടേം ഫണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ്? ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് ഷോർട്ട് ടേം, ലോങ് ടേം ആൻഡ് ലോങ് ടേം എലോങ് വിത്ത് ഇക്വിറ്റി. ഇക്വിറ്റിയുടെ കൂടെ ഷോർട്ട് ടേം ഡെപ്റ്റും ലോങ് ടേം ഡെപ്റ്റും ഏതിന്റെ കേസിൽ യൂസ് ചെയ്യുന്നുണ്ട്? ഫിനാൻഷ്യൽ സ്ട്രക്ചറിന്റെ കേസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രൈമറി ഡിഫറൻസസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് ഫിനാൻഷ്യൽ സ്ട്രക്ചർ? ക്യാപിറ്റൽ സ്ട്രക്ചറും ഫിനാൻഷ്യൽ സ്ട്രക്ചറും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്തെന്നാ ചോദിക്കുന്നത്. ഓപ്ഷൻ എ, ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് കൺസേൺഡ് ഓൺലി വിത്ത് ഇക്വിറ്റി ഫിനാൻസിങ് വൈൽ ഫിനാൻഷ്യൽ സ്ട്രക്ചർ ഇൻക്ലൂഡ് ഡെപ്റ്റ്. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എന്താണ്? ഇക്വിറ്റി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ഫിനാൻഷ്യൽ സ്ട്രക്ചറിൽ ഡെപ്റ്റും ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നു. രണ്ടാമത്തെ എന്താ പറയുന്നത്? ക്യാപിറ്റൽ സ്ട്രക്ചർ ഫോക്കസസ് ഓൺ ലോങ് ടേം ഫിനാൻസിങ് വൈൽ ഫിനാൻഷ്യൽ സ്ട്രക്ചർ includes both short term and long term sources. Next എന്താണ്? Financial structure excludes equity financing while capital structure includes it. Option D, there is no differences between capital structure and financial structure. അപ്പോൾ ഒരു കമ്പനിയിൽ ക്യാപിറ്റൽ സ്ട്രക്ചറും ഫിനാൻഷ്യൽ സ്ട്രക്ചറും ഉണ്ടെങ്കിൽ അത് തമ്മിലുള്ള ഡിഫറൻസ് എന്തെന്നാണ് ചോദിക്കുന്നത്. ക്യാപിറ്റൽ സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ലോങ് ടേം ഫിനാൻസിങ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ. അല്ലെങ്കിൽ ലോങ് ടേം സോഴ്സസ് ഓഫ് ഫണ്ട് മാത്രമേ ഏതിൽ ഉപയോഗിക്കുന്നുള്ളൂ? ക്യാപിറ്റൽ സ്ട്രക്ചറിൽ യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഫിനാൻഷ്യൽ സ്ട്രക്ചറിലാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്? ഷോർട്ട് ടേമും ലോങ് ടേം സോഴ്സസ് ഓഫ് ഫണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്യാപിറ്റൽ സ്ട്രക്ചർ ഫോക്കസസ് ഓൺ ലോങ് ടേം ഫിനാൻസിങ് വൈൽ ഫിനാൻഷ്യൽ സ്ട്രക്ചർ ഇൻക്ലൂഡ്സ് ബോത്ത് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം സോഴ്സസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ബ്രോഡർ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ഈ പറയുന്ന ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്ട്രക്ചറിന്റെ ഒരു പാർട്ട് മാത്രമാണ്. അപ്പോൾ ഇവിടെ
മാക്രോ ടേം എന്ന് പറയുന്ന ഏതാണ്? ഫിനാൻഷ്യൽ സ്ട്രക്ചർ ആണ്. മാക്രോ ടേം അല്ലെങ്കിൽ അംബ്രല്ല ടേം എന്ന് പറയുന്ന ഏതാണ്? ഫിനാൻഷ്യൽ സ്ട്രക്ചർ ആണ്. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു മൈക്രോ ടേം ആണ്. അല്ലെങ്കിൽ ഈ ഫിനാൻഷ്യൽ സ്ട്രക്ചറിന്റെ തന്നെ ഒരു പാർട്ടാണ് ഏത്? ക്യാപിറ്റൽ സ്ട്രക്ചർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് എ മിക്സ് ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ദാറ്റ്. എന്താണ് ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നാ ചോദിച്ചേക്കുന്നത്? ഓപ്ഷൻ എ, മിനിമൈസ് ദ റിസ്ക് ആൻഡ് ബാങ്ക്രപ്സി. ഓപ്ഷൻ ബി, മാക്സിമൈസ് ദ ഫേംസ് ഓവറോൾ വാല്യൂ ബൈ മിനിമൈസിംഗ് ദ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓപ്ഷൻ സി, മാക്സിമൈസ് ദ കമ്പനി ഷോർട്ട് ടേം പ്രോഫിറ്റ്സ്. ഓപ്ഷൻ ഡി, മിനിമൈസ് ദ ഇക്വിറ്റി ഫിനാൻസിങ്. ഓക്കെ, ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? ഒരു കമ്പനിയുടെ ഓവറോൾ വാല്യൂ എൻഹാൻസ് ചെയ്യുകയും അല്ലെങ്കിൽ ഒരു ഫേമിന്റെ ഓവറോൾ വാല്യൂ എൻഹാൻസ് ചെയ്യുകയും വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബെസ്റ്റ് മിക്സ് ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി അല്ലെങ്കിൽ ലോങ് ടേം സോഴ്സസ് ഓഫ് ഫണ്ടിനെയാണെന്ന് പറയുന്നത് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. മാക്സിമൈസ് ദ firm's overall value by minimizing the weighted average cost of capital. Next question, which of the following is a characteristics of a highly leveraged capital structure? Highly leveraged capital structure ന്റെ characteristics എന്തെന്നാ ചോദിച്ചേക്കുന്നത്? ഓപ്ഷൻ എ, low financial risk. ഓപ്ഷൻ ബി, high interest expenses. ഓപ്ഷൻ സി, low debt equity ratio. ഓപ്ഷൻ ഡി, less reliance on debt. ഓക്കെ, അപ്പൊ എന്താണ് ഹൈലി ലിവറേജ്ഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം എന്താണ് ഹൈലി ലിവേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെപ്റ്റ് കണ്ടന്റ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതായത് ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ കൂടുതൽ ഡെപ്റ്റ് ക്യാപിറ്റൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണെന്ന് പറയുന്ന ഹൈലി ലിവേർഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഹൈ ലിവേർഡ് ഫേം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഹൈ ലിവേർഡ് ഫേം ആണെന്നുണ്ടെങ്കിൽ ഡെപ്റ്റ് ആണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താ ഒന്നാമത്തെ ഓപ്ഷനിൽ ലോ ഫിനാൻഷ്യൽ റിസ്ക് എന്നാ പറഞ്ഞേക്കുന്നത്. ഡെപ്റ്റ് കണ്ടന്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഫിനാൻഷ്യൽ റിസ്ക് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ എന്താണ്? ഹൈ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ഹൈ എന്നാ പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ് ലോ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. ലാസ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്? ലോ റിലയൻസ് ഓൺ ഡെപ്റ്റ് എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? ഹൈലി ലിവേർഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? ഹൈ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ആയിരിക്കും വരുന്നത്. ഇൻട്രസ്റ്റ് എക്സ്പെൻസ് എന്താണ്? കൂടുതൽ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഹൈലി ലിവേർഡ് ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഹൈ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫാക്ടർ ഇൻഫ്ലുവൻസിങ് എ കമ്പനീസ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻ? ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാത്ത ഫാക്ടർ ഏതെന്നാ ചോദിച്ചേക്കുന്നത്? ഓപ്ഷൻ എ, ബിസിനസ് റിസ്ക്. ഓപ്ഷൻ ബി, കൺട്രോൾ കൺസിഡറേഷൻ. ഓപ്ഷൻ സി, മാർക്കറ്റ് കണ്ടീഷൻ. ഓപ്ഷൻ ഡി, പേഴ്സണൽ പ്രിഫറൻസ് ഓഫ് ദി സിഇഒ. നമുക്കറിയാം ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യുന്ന ഇന്റേണൽ ഫാക്ടേഴ്സും എക്സ്റ്റേണൽ ഫാക്ടേഴ്സും നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഇവിടെ ഏതായിരിക്കും അഫക്റ്റ് ചെയ്യാത്ത ഫാക്ടർ എന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. പേഴ്സണൽ പ്രിഫറൻസ് ഓഫ് ദി സിഇഒ. കമ്പനി സിഇഒയുടെ പേഴ്സണൽ പ്രിഫറൻസ് എന്ത് ചെയ്യില്ല? ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷനെ അഫക്റ്റ് ചെയ്യില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഫിനാൻഷ്യൽ ലിവറേജ് റെഫേഴ്സ് ടു. എന്താണ്? ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്നാണ് ചോദിച്ചേക്കുന്നത്? ഓപ്ഷൻ എ, ദ കമ്പനീസ് എബിലിറ്റി ടു പേ ഡിവിഡൻഡ്. ഓപ്ഷൻ ബി, ദ യൂസ് ഓഫ് ഡെപ്റ്റ് ടു ഇൻക്രീസ് ദ പൊട്ടൻഷ്യൽ റിട്ടേൺ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഓപ്ഷൻ സി, കൺട്രോൾ എ കമ്പനി ഹാസ് ഓവർ ഇറ്റ്സ് ഇക്വിറ്റി ഫിനാൻസിങ്. ഓപ്ഷൻ ഡി, ദ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഫിനാൻഷ്യൽ ലിവറേജ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഫിനാൻഷ്യൽ ലിവറേജ് അല്ലെങ്കിൽ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു കമ്പനി അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിനകത്ത് ഫിക്സഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഫിക്സഡ് ഇൻട്രസ്റ്റ് ബിയറിംഗ് ഡെപ്റ്റും വരും, പ്രിഫറൻസ് ഷെയർസും വരും. അത് എന്താ കൂടുതലായിട്ട് യൂസ് ചെയ്തുകൊണ്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ റിട്ടേൺ കൂട്ടിക്കഴിഞ്ഞാൽ അതിനെയാണെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദ യൂസ് ഓഫ് ഡെപ്റ്റ് ടു ഇൻക്രീസ് ദ പൊട്ടൻഷ്യൽ റിട്ടേൺ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ റിട്ടേൺ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എങ്ങനെ? ഡെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട്. ഇവിടെ ഡെപ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫിക്സഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റീസ് ആണ്. ഫിക്സഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റീസിൽ ഏതൊക്കെ വരും? പ്രിഫറൻസ് ഷെയർസും വരും, അതുപോലെ തന്നെ ഫിക്സഡ് ഇൻട്രസ്റ്റ് ബിയറിംഗ് ഡെപ്റ്റും വരും, അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ്, ലോങ് ടേം ലോൺസ്, അതും ഈ ഡെപ്റ്റിന്റെ പാർട്ടായിട്ട് വരും. ഇപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. Next question, the company's tax position affects its capital structure decision because
ഓപ്ഷൻ എ ഡെപ്റ്റ് ഈസ് ടാക്സ് ഡിഡക്റ്റബിൾ reducing overall cost of capital. Option B, equity financing reduces tax. Option C, equity financing is more tax efficient than debt. Option D, taxes do not affect capital structure decision. നമുക്കറിയാം ടാക്സ് എന്ന് പറയുന്ന ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറാണ്. ഇപ്പൊ ഇവിടെ ആൻസർ ഏതായിരിക്കും വരുന്നത്? ഓപ്ഷൻ എ ആണ് വരുന്നത്. ഡെപ്റ്റ് ഈസ് ടാക്സ് ഡിഡക്റ്റബിൾ. ഡെപ്റ്റ് ടാക്സ് ഡിഡക്റ്റബിൾ എന്ന് പറയാൻ എന്താണ്? ഡെപ്റ്റിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് എന്താണ്? ടാക്സ് ഡിഡക്റ്റബിൾ ആണ്, അല്ലെങ്കിൽ ടാക്സ് അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ടാക്സ് അഡ്വാൻറ്റേജ് ഉള്ളത് കൊണ്ട് തന്നെ കമ്പനിയെ സംബന്ധിച്ച് അവരുടെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയ്ക്കാനായിട്ടത് സഹായിക്കും. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഡെപ്റ്റ് ഈസ് എ ടാക്സ് ഡിഡക്റ്റബിൾ റെഡ്യൂസിങ് ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അസർഷൻ റീസണിങ് ക്വസ്റ്റ്യൻ ആണ്. അസർഷൻ എന്താണെന്ന് നോക്കാം. അസർഷനിൽ പറയുന്നത് ദ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ മിനിമൈസ് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ത് ചെയ്യുന്നു? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മിനിമൈസ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ് റീസൺ എന്താ പറയുന്നത്? ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഈസ് ലോവർ ദാൻ ദി കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഇൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഡെപ്റ്റിനെ കാട്ടി കുറവാണ് എന്നാണ് റീസണിൽ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? ഒരു കമ്പനിയെ സംബന്ധിച്ച് ബെസ്റ്റ് കോമ്പിനേഷൻ ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ആണ്. അതെന്ന് പറയുന്ന കമ്പനിയുടെ വാല്യൂ എന്ത് ചെയ്യുന്നു? മാക്സിമൈസ് ചെയ്യുകയും ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മിനിമൈസ് ചെയ്യുകയും ചെയ്യുന്നു അല്ലെ? അതിനെയാണ് അതെന്ന് പറയുന്നത് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ബാലൻസ്ഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. റീസണിൽ എന്താ പറയുന്നത്? ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഈസ് ലോവർ ദാൻ ദി കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. അത് കറക്റ്റ് ആയിട്ടുള്ളതാണോ? അല്ല. എപ്പോഴും എന്താണ്? കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് ഇക്വിറ്റിയെക്കാട്ടിയും കുറവെന്ന് പറയുന്നത്. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈസ് ലെസ് ദാൻ ദി കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയെക്കാട്ടിയും കുറഞ്ഞിരിക്കാൻ കാരണം എന്താണ്? ഡെപ്റ്റിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ചാർജ് ടാക്സ് ഡിഡക്റ്റബിൾ എക്സ്പെൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയെക്കാട്ടി കുറവായിരിക്കും. അപ്പൊ അസർഷൻ എന്താണ്? കറക്റ്റ് ആണ്. പക്ഷെ റീസൺ എന്ന് പറയുന്നത് എന്താണ്? റോങ് ആണ്. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് ഓപ്ഷൻ ആയിട്ട് തന്നേക്കുന്നത്? ഓപ്ഷൻ എ ബോത്ത് അസർഷൻ ആൻഡ് റീസണിങ് ആർ കറക്റ്റ്. ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസർഷൻ. അതുപോലെ തന്നെ ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ്. ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. നെക്സ്റ്റ് പറയുന്നത് അസർഷൻ ഈസ് കറക്റ്റ് ബട്ട് റീസൺ ഈസ് ഇൻകറക്റ്റ്. ഓപ്ഷൻ ഡി അസർഷൻ ഈസ് ഇൻകറക്റ്റ് ബട്ട് റീസൺ ഈസ് കറക്റ്റ്. അപ്പൊ ഇവിടെ ഏതാണ് വരുന്നത്? അസർഷൻ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്, പക്ഷെ റീസൺ എന്ന് പറയുന്നത് ഏതാണ്? ഇൻകറക്റ്റ് ആണ്. ഇൻകറക്റ്റ് എന്ന് പറയാൻ കാരണം കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയെക്കാട്ടിയും കുറവാണ്. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ദ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ബെസ്റ്റ് മിക്സ് ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ദാറ്റ് മിനിമൈസ് ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ വിച്ച് മാക്സിമൈസ് ദ വാല്യൂ ഓഫ് ദി ഫേം. ദ അസർഷൻ ഈസ് കറക്റ്റ്. ഹൗവർ ദ റീസൺ ഈസ് ഇൻകറക്റ്റ് ബിക്കോസ് ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഈസ് ടിപ്പിക്കലി ഹയർ ദാൻ ദി കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഡ്യൂ ടു ഹയർ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ഇക്വിറ്റി. എന്താണ്? ഇക്വിറ്റിക്ക് എന്താണ്? റിസ്ക് കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ്? ഇക്വിറ്റിയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് ഡെപ്റ്റിനെക്കാട്ടിയും കൂടുതലാണ്. നെക്സ്റ്റ് അസർഷൻ റീസണിങ് ക്വസ്റ്റ്യൻ ആണ്. അസർഷൻ എന്താ പറയുന്നത്? കമ്പനീസ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് എ മിക്സ് ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി യൂസ്ഡ് ടു ഫിനാൻസ് ഇറ്റ്സ് ഓപ്പറേഷൻ. എന്താണ്? ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെപ്റ്റ് ഇക്വിറ്റിയുടെ മിക്സ് ആണ്. അതെന്ത് ചെയ്യുന്നു? ഫിനാൻസ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ബിസിനസിന്റെ ഓപ്പറേഷൻസിന് ഫിനാൻസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെന്താണ്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ? റീസൺ എന്താണ്? കമ്പനീസ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിറ്റർമൈൻസ് ഇറ്റ്സ് ഫിനാൻഷ്യൽ ലിവറേജ് വിച്ച് ഇമ്പാക്ട്സ് കമ്പനീസ് റിസ്ക് ആൻഡ് റിട്ടേൺ. ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ത് ചെയ്യുന്നു? ഫിനാൻഷ്യൽ ലിവറേജ് ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. അതെന്ത് ചെയ്യുന്നു? കമ്പനിയുടെ റിസ്ക് റിട്ടേണിന് എന്ത് ചെയ്യുന്നുണ്ട്? അതിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ? അതുപോലെ തന്നെ ഈ റീസൺ എന്ന് പറയുന്നത് കറക്റ്റ് എക്സ്പ്ലനേഷനും ആണ്. അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ബോത്ത് അസർഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ്. റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസർഷൻ. ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? ഡെപ്റ്റ് ഇക്വിറ്റിയുടെ മിക്സ് ആണ്. അതുപോലെ തന്നെ എന്താണ്? ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷനിൽ കൺസിഡർ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്.
ഈ ഒരു ക്വസ്റ്റ്യന്റെ എക്സ്പ്ലനേഷൻ ആണിത്. ദ ക്യാപിറ്റൽ സ്ട്രക്ചർ റിഫേഴ്സ് ടു ദ കോമ്പിനേഷൻ ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി യൂസ്ഡ് ബൈ ദ ഫേം ടു ഫിനാൻസ് ഇറ്റ് ആക്ടിവിറ്റീസ്. എന്താണ് ആക്ടിവിറ്റീസ് ഫിനാൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കോമ്പിനേഷൻ ഓഫ് ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ് ആണ് എന്ന് പറയുന്ന ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ത് ചെയ്യുന്നു? ഫിനാൻഷ്യൽ ലിവറേജിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. വിച്ച് ഈസ് ദ ഡിഗ്രി ടു വിച്ച് ഫേം യൂസസ് ബോറോവ്ഡ് ഫണ്ട് ടു ഫിനാൻസ് ഇറ്റ്സ് ഓപ്പറേഷൻ. അതായത് ഒരു ബിസിനസ് അവരുടെ ഓപ്പറേഷൻസ് ചെയ്യാനായിട്ട് എത്രമാത്രം ഡെപ്റ്റ് ഫണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഡെപ്റ്റ് ഫണ്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ ലിവറേജ് ഹാസ് എ ഡയറക്റ്റ് ഇമ്പാക്ട് ഓൺ റിസ്ക് ആൻഡ് റിട്ടേൺ. റിസ്ക് റിട്ടേണിൽ ഏതിന് ഡയറക്റ്റ് ഇമ്പാക്ട് ഉണ്ടെന്നാണ് പറയുന്നത്? ഫിനാൻഷ്യൽ ലിവറേജിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടെന്നാണ് പറയുന്നത്. മേക്കിംഗ് ദ റീസൺ ആൻഡ് അപ്രോപ്രിയേറ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദി അസർഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഈ പറയുന്ന നേരത്തെ തന്നിരുന്ന അസർഷൻ റീസണിങ് ക്വസ്റ്റ്യനിൽ റീസൺ എന്ന് പറയുന്നത് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദി അസർഷൻ ആണ്. അപ്പൊ ഇത്രയുമാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ഏരിയയുമായിട്ട് വരുന്ന പ്രധാനപ്പെട്ട കണ്ടന്റ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കേണ്ടത് ഈ പറയുന്ന ക്യാപിറ്റൽ സ്ട്രക്ചറിൽ വരുന്ന പ്രധാനപ്പെട്ട തിയറീസ് ആണ്. അതും ആ ഒരു ഏരിയയിൽ നിന്നിട്ടും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അത് പഠിക്കാം. താങ്ക് യു.